അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി 11 വാക്യങ്ങളായിരിക്കും വായിക്കുന്നത്. കർത്തൃദാസൻ വായിച്ച് സഹായിക്കും. വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്നത്തെ ഏകലോക ഭരണം, ഈ റഷ്യ, ഉക്രൈൻ, ഇസ്രയേൽ സിറിയ, ഇസ്രയേൽ യമൻ, ഇസ്രയേൽ ലെബനോൻ, ഇസ്രയേൽ ഇറാൻ, ഇതെല്ലാം എവിടെ ചെല്ലും, അതെന്തിലാണ് അവസാനിക്കുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ രാത്രി നാം ചിന്തിക്കുന്നത്. സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രസക്തി പലരും വിചാരിക്കും ഭവനത്തിലെ കർത്തൃദാസന് ഇച്ചിരി പൈസ കിട്ടിയത് കൊണ്ടാണ് ഇത് വെക്കുന്നത്. അതല്ല, സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രസക്തി 5 കാര്യങ്ങളാണ്. 1, ഈ പട്ടണത്തിലെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, പ്രിയൻ്റെ വരവിൽ കുഞ്ഞുങ്ങളെല്ലാം എടുക്കപ്പെടണം. 3, നീലമ്പേരൂർ പട്ടണം എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. 4, നമ്മുടെ കുടുംബങ്ങളിൽ ദിവ്യ സമാധാനമുണ്ടാകണം. 5, ന്യൂ ഇന്ത്യ ചർച്ചകോട് മാത്രമല്ല, ഇവിടെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവസഭകളിൽ അനേക കുഞ്ഞുങ്ങൾ വന്ന് മുട്ടുമടക്കണം. അതിനുവേണ്ടി ദൈവം ദൈവ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാ സുവിശേഷ മഹായോഗം. ദേശമേ ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കാം. മുന്നറിയിപ്പുകളൊന്നും പറയുന്നില്ല. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1, 2 വാക്യങ്ങൾ ദൈവകുഞ്ഞുങ്ങൾ വായിക്കും. എവരിവൺ ഓപ്പൺ യുവർ ബൈബിൾ. In this evening we are studying book of Revelation chapter 6 verse 1 and 2. കർത്തൃദാസൻ വായിച്ച് സഹായിച്ചാട്ടെ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ, എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അടുത്ത വാക്ക്, അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവനൊരു കിരീടവും ലോകം കൊടുക്കാൻ പോകുന്നു. ഈ യുദ്ധത്തിന്റെ ബാക്കി പത്രമാ. അടുത്തത്, അവൻ ജയിക്കുന്നവനായും ജയിക്കുന്നവനായും പുറപ്പെട്ടു. മതി കുഞ്ഞെ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഒരു വെള്ളക്കുതിരയെ ഞാൻ കണ്ടു. അതിൻ്റെ കയ്യിലിരിക്കുന്നവനൊരു വില്ലുണ്ടായിരുന്നു. അവൻ ജയിക്കുവാനായി പുറപ്പെട്ടു. ലോകം ഒരു കിരീടവും നൽകി. ഇന്നത്തെ 2025 വരാൻ പോകുന്ന കാലഘട്ടത്തെ പറ്റി ചില വാക്കുകൾ മാത്രം ഈ രാത്രി വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി. കണ്ണുകൾ ഒരു നിമിഷം കൂടി മൂടാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. മഹത്വവാനായ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, എൻ്റെ ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഈ രാത്രി കരുണാമയനായ ദൈവത്തിൻ്റെ കരം ചലിപ്പാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പാട്ട് പാടി, രാജേഷ് ബ്രദറൊക്കെ പാടി, കുഞ്ഞുങ്ങൾ കരമടിച്ച് പാടി. പെന്തിക്കോസുകാർക്ക് വലിയ സന്തോഷമൊന്നുമില്ല, മനസ്സിലാകുന്നവർക്കായി. എവിടെ പോയെന്നറിയത്തില്ല സന്തോഷം. സ്വോത്രം. ഇന്ന് രാത്രി കേരളത്തിൻ്റെ വടക്കേറ്റമായ ഒരു ജില്ലയുണ്ട്, വയനാട്. വയനാടിൻ്റെ മണ്ണിൽ അനവധി പട്ടണങ്ങൾ പ്രസംഗിപ്പാൻ മഹത്വവാനായ ദൈവം കൃപ ചെയ്തു. പുൽപ്പള്ളിയും സുൽത്താൻ ബത്തേരി, അമ്പലവയലും, മീനങ്ങാടി, ബാണാസുരസാഗർ, പടിഞ്ഞാറേത്തറ, കൽപ്പറ്റ, മാനന്തവാടി, തിരുനെല്ലി, അവസാനമായി മേപ്പാടിയിൽ ഞാൻ പ്രസംഗിക്കും. നല്ല സ്ഥലം, നീലമ്പേരൂരേക്കാളും നല്ല മനോഹരമായ സ്ഥലം. അതിൻ്റെ താഴെ നിന്ന് നോക്കുമ്പോൾ 4 മലയാച്ചായ മമ്മ. 1 ചൂരമല, 2 മുണ്ടക്കൈ, 3 വെള്ളാർമല. അപ്പുറത്ത് മലപ്പുറത്തിൻ്റെ ബോർഡർ കടക്കുന്ന പുത്തുമല. രാത്രി 11:30 തങ്ങളിൽ സംസാരിച്ച ചിലർ ടെലിവിഷൻ കണ്ടു, മൊബൈൽ ഞെക്കി, ഒരുപക്ഷെ പ്രാർത്ഥിച്ച് കിടന്നവർ കാണും. 4.5 ആദ്യത്തെ കുലുക്കം തുടങ്ങി. അതിൻ്റെ പേര് മൈന്യൂട്ട് എർത്ത് ക്യുക്ക്. അസംഭവിച്ചത് പാത്രം കൂട്ടി ഒരയുന്നു. 24 യെശയ്യാ 18:19-20. ഭൂമി പടുപട പൊട്ടും, കിടുകിടക്കീറും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽമാടം പോലെ ആടും, വിറയ്ക്കും, വീഴും, എഴുന്നേൽക്കയില്ല, ആരും അറിഞ്ഞില്ല. 1:30 കഴിഞ്ഞപ്പോൾ ആനപ്പുറത്തിരിക്കുന്ന പാപ്പാനെ മതമിളകി ആന വലിച്ചെറിയുന്നത് പോലെ 4 മലകൾ പടപട ഉരുൾപൊട്ടി. ആയിരക്കണക്കിന് ഉറങ്ങിയവരെല്ലാം പടപട വലിച്ചെറിഞ്ഞു, താഴേക്ക് വീണു. കണ്ട കാഴ്ച, 400-ൽ പരം പേർ മരിച്ചത് മേപ്പാടിയിൽ. 78 പേരെ ഇതുവരെയും കിട്ടിയില്ല. അതല്ല എൻ്റെ വിഷയം. 2 ദിവസം കഴിഞ്ഞപ്പോൾ നിലമ്പൂരിൽ പോത്തുകല്ലിൽ കൂടി ഒഴുകുന്ന ഒരു പുഴയുണ്ട്, ചാലിയാർ പുഴ. പുത്തുമലയിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം. അതിനകത്ത് കണ്ടത്, രാത്രി ഉറങ്ങാൻ കിടന്നവൻ്റെ കൈ വേറെ കാല് വേറെ. മനസ്സിലാകുന്നവർക്കായി
ഇന്ന് രാത്രി നീലംപേരൂരും കുറിച്ചിയിലും ചിങ്ങവനത്ത് കൈനടിയിലും മല ഇടിയാമായിരുന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്ന് കാത്തു പരിപാലിച്ചത് നിന്റെ വീടിൻ്റെ മഹത്വമല്ല, ഒരുപക്ഷെ നിന്റെ പാരമ്പര്യമല്ല, നിന്റെ PhD അല്ല, നിന്റെ ഡോക്ടറേറ്റ് അല്ല, നീ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ കരുണയ. ആ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. ശ്രുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ ശ്രുതികളിൽ മേൽ വസിക്കുന്ന പ്രിയന്റെ കരം ഇന്ന് രാത്രി 2024 എനിക്ക് വീട് തന്നിട്ടല്ല, എനിക്ക് കാർ തന്നിട്ടല്ല, കമ്പ്യൂട്ടർ തന്നിട്ടല്ല, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് എൻ്റെ കാലിന് വീഴ്ച ചെയ്യുന്നതോ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകൂടി സ്തോത്രം. കണ്ണുകൾ ഒരു നിമിഷം അടച്ചാട്ട് അപ്പോസ്തല പ്രവൃത്തി 1 യേശു അവരോട് പറഞ്ഞു, വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം പട്ടണം വിട്ടു പോകുക. 2 പെന്തക്കോസ് പെരുന്നാളിൽ അവർ കാത്തിരുന്ന് പ്രാപിക്കുന്നു. 3 സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിലേക്ക് യാത്രയെന്ന് പത്രോസും യോഹന്നാനും കാത്തിരുന്ന് പ്രാപിച്ച ശക്തിയുമായി പോകുമ്പോൾ കഴിഞ്ഞ 3.5 വർഷമായി ഒരുവനെ ഇവിടെ കൊണ്ടിരുത്തത്തില്ല. അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായ ഒരുവന് പ്രത്യേകത എന്താണെന്നറിയാമോ? യേശു വരെ സൗഖ്യമാക്കുമെന്ന് പള്ളി പരീക്ഷകൾക്ക് പേടി. അവസാനം യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു. അത്ഭുതം നടക്കത്തില്ലെന്ന് വിചാരിച്ചു. 9 മണി നേരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിനകത്ത് തൻ്റെ ദാസന്മാർ വന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചത്, അവന് വേണ്ടത് രോഗസൗഖ്യമല്ല, ഭിക്ഷയാ, എനിക്ക് വല്ലതും തരണേ. അഭിഷേകത്തിന്റെ കൃപ പ്രാപിച്ചവർ മുട്ടുമടക്കി ചെറുപ്പക്കാരൻ്റെ കരം പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞങ്ങളുടെ കൈ പൊന്നും വെള്ളിയും ഒന്നുമില്ല, യേശുവിൻ്റെ വലിയ നാമം, ആ ഹല്ലേലൂയ നാമം കൈകളിലേക്ക് കൊടുത്തപ്പോൾ അവൻ്റെ നരയാണികൾ ചലിക്കാൻ തുടങ്ങി, അവൻ്റെ ബ്ലഡിൻ്റെ കൗണ്ടുകൾ ചലിക്കുവാൻ തുടങ്ങി. കഴിഞ്ഞ 3.5 വർഷം പള്ളിക്ക് പുറത്ത് കാണാത്തവൻ തുള്ളിച്ചാടി അകത്ത് കടന്നെങ്കിൽ ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവത്തിൻ്റെ കരം ഈ പട്ടണത്തിനകത്ത് വെളിപ്പെടുമ്പോൾ ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ചില തളർന്നു കിടക്കുന്ന ജീവിതങ്ങൾ യേശുവിന് വേണ്ടി എഴുന്നേൽക്കുക. ഇന്ന് രാത്രി ചില പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുക. സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തെ ഹല്ലേലൂയ ചെറുപ്പക്കാരന് തോട്ടക്കാരോ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി നീലംപേരിൽ ചിലരെ തൊടുന്ന രാത്രിയായി മാറട്ടെ. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് തൻ്റെ പർദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ്, ഞങ്ങളുടെ മുറ്റത്ത് കൺവെൻഷന്റെ പ്രഥമ രാത്രി ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദമൊന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. അടിപ്പിണറിന്റെ കരം എൻ്റെ ദൈവത്താൽ ഈ രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. കാട്ടത്തിയുടെ പാരമ്പര്യപ്പെട്ട് സക്കായിയുടെ വീട്ടിൽ നാഥന്റെ കരമിറങ്ങിയതുപോലെ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നീലംപേരൂരിൽ ചില കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ കരം ഈ രാത്രി ഇറങ്ങട്ടെ. പുഴമക്കത്തിരുന്ന് രക്താംബരം വിറ്റ ലുദിയായുടെ ചങ്കിനകത്ത് വചനം കയറിയപ്പോൾ അവൾ കരമുയർത്തിയതുപോലെ അടുത്ത 2 ദിനങ്ങൾ കൂടി സന്ദേശം മുഴങ്ങുമ്പോൾ ശബ്ദ സീമയ്ക്കുള്ളിൽ നാഥന്റെ രക്ഷയ്ക്ക് വേണ്ടി ചില കരങ്ങൾ ഉയരുക. ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു, ശബ്ദം, വെളിച്ചം, പ്രകൃതി എല്ലാം കാക്കണം, ഈ വന്ന കുഞ്ഞുങ്ങളെല്ലാം കാക്കണം, ഈ ഭവനത്തെ ദൈവം കാക്കണം, ഇതിന്റെ പിൻപിൽ ഓരോ കാര്യം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. അപ്പാ, ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണം. പ്രിയ പിതാവേ, ഈ മുറ്റത്ത് കൺവെൻഷന് ഞങ്ങളുടെ പേരോ ഞങ്ങളുടെ സംഘടനയുടെ പേരോ ഞങ്ങളുടെ ഡിഗ്രിയോ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഈ രാത്രി മുതൽ നീലംപേരൂർ ഉയരണം. ആദിയോടെന്ന തിരുശാന്തൽ മറയ്ക്ക് കുഞ്ഞുങ്ങളെ വിടുതലോടെ കടുത്ത് വിട്. ഈ മക്കളെല്ലാം ദൈവം കാക്ക്. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമീൻ. കരം ഉയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ നല്ല സഹകരണത്തിന് നന്ദി. ഇന്ന് രാത്രി വായിച്ചത് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. എല്ലാവരും ബൈബിൾ തുറന്നിരിക്കണം. 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ മൊത്തമായി. പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ. അതിൻ്റെ പ്രത്യേകത 5 തലം. 1 സുവിശേഷം, മശിഹാത്വം, അത് കഴിഞ്ഞ് ദാസത്വം, അത് കഴിഞ്ഞ് ദൈവത്വം, അത് കഴിഞ്ഞ് പുത്രത്വം. ഇത് രേഖപ്പെടുത്തി മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇതിനകത്ത്
അതിനകത്ത് യേശുക്രിസ്തുവിന്റെ 5 ഭാവങ്ങൾ: 1 അവന്റെ ജനനം, 2 അവന്റെ ജീവിതം, 3 അവന്റെ മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്. 5-ാമത്തെ ഒരു ഭാഗമുണ്ട്, ആരും അങ്ങനെ പ്രതിപാദിക്കാറില്ല. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. സുവിശേഷം. 2-ാമത്തെ തലമ അപ്പോസ്തല പ്രവർത്തികൾ, സഭയുടെ ചരിത്രം. അതാ ലൂക്കോസ് വൈദ്യൻ. 3 തിരുസഭയെ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തുകൾ പരിശുദ്ധാത്മാവ് ലേഖകന്മാരിൽ കൂടി റോമയും കോരിന്ത്യയും തെസ്സലോനിക്കയും തിമോഥെയോസും എബ്രായരും എഫേസ്യരും രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുവാനിരിക്കുന്ന നിത്യത. 4 ഈ ഉലകം അവസാനിക്കും. അതുപോലെ തന്നെ പാപത്തിന്റെ കടിയിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർ അന്തിമ ന്യായവിധിക്ക് വിധേയമാകുമെന്ന്. വചനം തെറ്റിക്കുന്നവരെ ന്യായം വിധിക്കുവാൻ സർവശക്തന്റെ കരമിറങ്ങുമെന്ന്. ചെറിയ ലേഖനങ്ങൾ: 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസും ഫിലോമോനും യാക്കോബും യൂദായും. യൂദ അവസാന ലേഖനം അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു: ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇങ്ങനെ പറഞ്ഞു. എന്താ? ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു: കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. அதுக்கு தான் மேடையில் உட்கார்க்கிற அருமையான வாலிப குழுவினார் இந்த நாட்களிலே ஒரு நல்ல பாடலை கொடுக்குது. പരിശുദ്ധൻ മകോന്നത ദേവൻ കോടാനു കോടി ദൂതന്മാരുമായി കാന്തൻ വരും. അത് കഴിഞ്ഞിട്ട് താഴെ ഒരു വാക്കുണ്ട്: പകപിണക്കം, കോപം, ദ്വന്ദ്വപക്ഷം, ജാരശങ്കം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സകലരെയും പോസ്റ്റേ കയറ്റാൻ മനസ്സിലാകുന്നവർക്കായി ഏകന ന്യായാധിപതിയുമായി കർത്താവ് വെള്ള സിംഹാസനത്തിൽ വെളിപ്പെടും. അയ്യോ, നിങ്ങളെ ഒന്നും അല്ല ആദ്യം കയറ്റുന്നത്. സ്വോത്രം. ആദ്യം കയറ്റുന്നത് ഞങ്ങളെപ്പോലെ സുവിശേഷം പ്രസംഗിച്ച് പൈസക്ക് രാത്രി കബർ മേടിക്കുന്ന പ്രഭാഷകരെ മനസ്സിലാകുന്നവർക്കായി. അത് കഴിഞ്ഞ് സകല പെന്തിക്കോസിന്റെ പ്രസിഡന്റുമാരെയും കയറ്റു. സ്വോത്രം. അത് കഴിഞ്ഞ് സെൻട്രൽ പാസ്റ്റർമാരെയും കയറ്റു. അത് കഴിഞ്ഞ് കൊച്ചു പാസ്റ്റർമാരെയും കയറ്റു. 5-ാമത്തെ ടോക്കണേ വിശ്വാസികൾക്കുള്ള സമാനത്തോടെ കട്ടം കുടിക്കുക. സ്വോത്രം. എല്ലാവരും കയറിയില്ലേ? എൻ്റെ സ്നേഹിതന CSL ധർമ്മരാരസാലം തിരുമേനി കൈക്കൂലി മേടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊടിയൊന്ന്, ചക്ക കൊടിയൊന്ന്. ഇപ്പതായിരിക്കുന്നു. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. ഭൂമി വിറ്റ കർദിനാൾ ആലഞ്ചേരി പിതാവ് ഡയറക്റ്റ് ഹൈക്കോടതി കേഴിയെങ്കിൽ ഇവിടുത്തെ എല്ലാവരെയും കൂട്ടിക്കയറും. നാം ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും നാം ഏവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. സ്വോത്രം. വലുതായിട്ട് പറയത്തില്ല. സ്വോത്രം. എപ്പോഴെങ്കിലും രക്ഷപ്പെട്ടു പോകണം. സ്വോത്രം. അത് കഴിഞ്ഞ് വീണ്ടും വളരെ വലിയ രോഗങ്ങൾ വരും. പണ്ട് ഞാൻ പ്രസംഗിച്ച മങ്കി പോക്സ്, അവൻ്റെ അനിയനായപ്പോൾ എംപോക്സ് എന്ന് പേര് ചുരുക്കി. അത് കഴിഞ്ഞ് ഷിഗല്ല, ഈക്കോള, ക്രോമിയം, ബെർലിയം, വൈറേഷ്യം, സൽമോണല്ല, വെസ്നൈൽ, പനിയെല്ലാം വരും. ഒരുപക്ഷെ ചർച്ച് പൂട്ടാൻ സാധ്യതയുണ്ട്. ലോക്ക്ഡൗൺ, നിങ്ങളുടെ കാശും കിട്ടാതിരിക്കാൻ സാധ്യത. അങ്ങനെ കാണുമ്പോൾ ചിലർ വിശ്വാസം ത്യജിക്കും. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ വിശ്വാസം കണ്ടെത്തുമോ? പിന്നെ ചിലർ ചർച്ചിലും വരാതിരിക്കും. അതൊക്കെ കണ്ടിട്ട് യൂദ ഇങ്ങനെ പറഞ്ഞു: വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ചേകനാഥൻ സത്യദൈവം കലക്കം മറ്റേ ആനന്ദപൂർണ്ണതയോടെ നിത്യതയിൽ എത്തിക്കുന്ന നാഥന്റെ വചനം ഏറ്റെടുക്കുന്ന നീലം പേരിലോ കുഞ്ഞുങ്ങൾ കട്ടൻ ചായ കുടിച്ചാലും രാവിലെ എഴുന്നേറ്റ് സ്വർഗ്ഗമുഖത്തേക്ക് നോക്കി പറയാം: ആമേൻ കർത്താവായ യേശുവേ വരേണമേ. സ്വോത്രം. പട്ടടി കടന്നാലും പരിവട്ടം കടന്നാലും അവരുടെ ആഗ്രഹം കാന്തൻ വരണം. വെളിപ്പാടിൽ വളരെ ക്ലിയറായി ഒരു കാര്യം കൊടുക്കുന്നുണ്ട്. 21:12 ആ 22:12 വരുന്നു: ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, സകലർക്കും പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി ഇതാ വെളിപ്പാട് പുസ്തകത്തിന്റെ തനിമ. AD 30 കാൽവറിയിലെ ക്രൂശീകരണം. ശ്രദ്ധയോടെ. അതിനുശേഷം ഭക്തന്മാരുടെ നേരെ ന്യായവിധിയുടെ കരാളഹസ്തം. അതിനാസ്പദമായി ഹേരോദാവും പീലാത്തോസും, ഒരാൾ റോമിന്റെ, മറ്റേത് ഏദോമിന്റെ ഗവർണർ, പടപട ഭക്തന്മാരെ കാലപുരിക്ക്. 1 സ്തെഫാനോസ്, 2 പുറകെ വരുന്നത് പൗലോസ്, അതിനുശേഷം യാക്കോബ്, അതിനുശേഷം വരുന്നത് തോമാസ് ലീഗ ഇന്ത്യയിൽ, അതിനുശേഷം പത്രോസ് ലീഗ. ഇവരെല്ലാം ഭക്തന്മാരെ കാലപുരിക്കയച്ചു. ഭരണകൂടം പതിയെ മാറി. നല്ല ചിന്തയോടെ പുറകെ വന്ന് വെസ്പേഷ്യൻ, റോമാനഗരം ചിട്ടരിച്ച നീറോ, അത് കഴിഞ്ഞതിന് ശേഷം യെരുശലേമിന്റെ ദൈവാലയം തകർത്ത ടൈറ്റസ്, ഇസ്രയേലും അന്തിമ ന്യായപതികളും ലൗദിയോസും ക്ലൗഡിയോസും. ആ കാലഘട്ടത്തിൽ 94 ഒരുവൻ 90 കാലഘട്ടത്തിൽ ഡൊമീഷ്യൻ ഭരണത്തിൽ വരുന്നു. അവൻ ചോദിച്ചൊരു കാര്യമുണ്ട്: യേശുവിനെ രക്ഷകനെന്ന് റോം പറഞ്ഞിട്ടില്ല, തച്ചൻ്റെ മകനെന്ന് അവർ വിളിച്ചത്. ഈ കാർപ്പൻ്റർ മകൻ്റെ വചനം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞ് മിക്കവാറും എല്ലാവരെയും കാലപുരിക്ക് അയച്ചു. AD 64 ഈ മരണങ്ങളെല്ലാം കണ്ട് ഒരുവൻ യാത്രയായി. അവൻ്റെ പേര് അപ്പോസ്തലനായ യോഹന്നാൻ. പോയത് തുർക്കിയിലെ ഏഷ്യ മൈനർ. അവിടെ ആസിയയിലെ 7 സഭകൾ: എഫെസോസും ലവോദിക്കയും സ്മർണയും തുദയൂര് പെർഗമോസും ഫിലാഡൽഫിയ, 7 സഭകൾ. വയോധികനായിരിക്കുമ്പോഴാണ് ഡൊമീഷ്യൻ വരുന്നത്. ഡൊമീഷ്യൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരേണ്ട. 90 വയസ്സ് കഴിഞ്ഞല്ലോ. നോ മോർ ബെയിൽ, നോ മോർ ട്രയൽ. വിചാരണ വേണ്ട,
ട്രയലും വേണ്ട, ഒരു വിധി അങ്ങ് തരാം. താളിയോലകളിൽ തെരുത്താണി കൊണ്ട് വയോധികനായ യോഹന്നാനെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് കഴുത്ത് മുതൽ അടിവേർ വരെ വാളുകൊണ്ട് കൊല്ലുവാനുള്ള കൽപ്പന. എല്ലാവരും കേൾക്കണം. വരണ്ട പ്രഭാതത്തിൽ യവസോസഭയുടെ ശുശ്രൂഷകനായി പടിനിമത്തിന്റെ ചുരുളുകൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ 6 കുതിരകൾ 12 പടയാളികൾ കടന്നു വന്നു. വയോധികന്റെ കൈകാലുകൾ ബന്ധിച്ചു. ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ കൈവിറയ്ക്കുന്ന ഈ അപ്പച്ചനെ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി നല്ലൊരു തടിയുടെ പ്രതലത്തിൽ കടത്തി. എന്താ സംഭവിച്ചത്? 6:30 ആയപ്പോൾ മുഖാവരണം ധരിപ്പിച്ചു. ക്യാൻസറിന് റേഡിയോ തെറപ്പി കൊടുക്കുന്നതിന് മുമ്പ് പെൻവെച്ച് മാർക്ക് ചെയ്തു. 7 മണിക്ക് സൈറൺ മുഴങ്ങുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ യേശുവിനെ തകർത്ത പെരിട്ടോണിയസ് എന്ന് പറയുന്ന ഒരുവനുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ അയ്യക്കട്ടയും വാളച്ചുണ്ടയുടെയും ചാട്ടവാർ. അവന് വേണ്ടപ്പെട്ട ഒരുവൻ റോമിന്റെ കാരാഗ്രഹത്തിനകത്തുണ്ട്. അവനൊരു കാര്യം ചെയ്ത് മൂർച്ചയേറിയ ഒരു ആയുധവുമായി പടപട യോഹന്നാൻ ഉപദേശിയെ കൊല്ലുവാൻ ഇറങ്ങി. ആ കൈകാലുകൾ ബന്ധിച്ച് മുഖാഭരണം ധരിച്ച് അപ്പച്ചന്റെ ശരീരത്തിൽ അന്നനാളത്തിന്റെ അവിടുന്ന് കത്തി താഴേക്കിറങ്ങുമ്പോൾ രക്തമതിയം കിരിയുന്നില്ല. കീർന്ന ഭാഗം ഒട്ടിപ്പിടിക്കുന്ന അനവധി പേരുടെ ശരീരത്തിനകത്ത് മൂർച്ചയേറിയ ആയുധം കുത്തിയിറക്കിയ പടയാളി ഉടവാൾ അവിടെ എറിഞ്ഞിട്ട് പറഞ്ഞ് മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല. ഇദ്ദേഹത്തിന്റെ അകത്ത് എന്തോ അസാമാന്യ ശക്തിയുണ്ട്. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി കാൽവറി ദർശനം കണ്ടവനെ തകർക്കുവാൻ ഒരു വാളിന് കഴിയത്തില്ല. ഈ രാത്രി എന്തുകൊണ്ട് യോഹന്നാൻ അവിടെ മരിച്ചില്ല? വിശുദ്ധ വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടില്ല. ഇന്ന് രാത്രി മാതാവേ പിതാവേ മുറ്റത്ത് ഇന്ന് രാത്രി വിളിച്ചു പറയണം, എന്നെ പറ്റി, എൻ്റെ കുടുംബത്തിനെ പറ്റി, എൻ്റെ കുഞ്ഞിനെ പറ്റി, എൻ്റെ മിനിസ്ട്രിയെ പറ്റി, എൻ്റെ ഭാവിയെ പറ്റി ദൈവത്തിനൊരു പ്രൊപ്പോസൽ ഉണ്ട്, ഒരു പ്രോമിസ് ഉണ്ടെങ്കിൽ അതെൻ്റെ വീട്ടിനകത്ത് ഇറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് നിന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. മകനെ മകള്, സാധാരണ ദൈവമല്ല, അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെയും ചന്ദ്രനെയും അതതിൻ്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ആകാശത്തിലെ ഗ്രഹങ്ങളെ വെച്ച ദൈവം, കൂപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ നിവർത്തി വെച്ച ദൈവം, ആ സർവശക്തൻ അറിയാതെ നീലംപേരൂരിൽ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലും താഴെ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി വിളിച്ചു പറ, പർവ്വതങ്ങൾ എൻ്റെ മുൻപിൽ മാറും. ഇന്ന് രാത്രി 2024 കുന്നുകൾ എൻ്റെ മുമ്പിൽ നീങ്ങിപ്പോകും. എന്നാൽ ഇന്ന് രാത്രി നീലംപേരൂരിൽ എന്നെ വിളിച്ച ദൈവത്തിൻ്റെ ദയ വിട്ടുപോകയില്ല. വചനം മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി സഹോദരി വിളിച്ചു പറ, ഡോക്ടർ പറയോ ഇത് അവസാന സ്റ്റേജ്, മരണമുറപ്പ. ചെറുപ്പക്കാര ഹാർട്ട് അറ്റാക്ക് ഇനി വന്നു കഴിഞ്ഞാൽ ഒരു സർജറി നടത്തത്തില്ലെന്ന് കാരിത്താസും മാതയും പറയും. എന്നാൽ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് പറയണം, ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത്, എൻ്റെ സഭയിൽ കരഞ്ഞത്, എൻ്റെ ബൈബിളിനകത്ത് ആരും അറിയാതെ ചുണ്ടെഴുതി പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മറുപടി എൻ്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മൊമെന്റ്. അമ്മാമ്മ വിളിച്ചു പറ, ക്യാൻസർ അല്ല വലുത്, ഉയർത്തെഴുന്നേറ്റ യേശുവ വലുത്. ഇന്ന് രാത്രി ട്യൂമർ അല്ല വലുത്. ചെറുപ്പക്കാര ഇന്ന് രാത്രി വിളിച്ചു പറ, ഉയർത്തെഴുന്നേറ്റ യേശുവ വലുത്. ഇന്ന് രാത്രി പറ, പുഷ്പഗിരിയിലെ ഡൊമിനിക് അല്ല വലുത്, കാരിത്താസിലെ ആമോസ് അല്ല വലുത്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ എൻ്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. The mighty grace is sufficient 2024. ലാസ്റ്റ് ഡേയ്സ് അവൻ്റെ കൃപ എൻ്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്വോത്രം. അവനെ അവിടുന്ന് കെട്ടഴിച്ചു വിട്ടു. ഡൊമീഷ്യൻ്റെ അടുത്ത് എന്നിട്ട് പടയാളികൾ പറഞ്ഞ് ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല. ഡൊമീഷ്യൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞ് അടുത്ത ശിക്ഷാവിധി കൊടുത്തു. 4 ദിവസം കഴിഞ്ഞ് അടുത്ത ശിക്ഷാവിധി യോഹന്നാന് കൊടുത്തത് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൂട്ടുകത്തിനകത്ത് വലിച്ചെറിയുവാനുള്ള പദ്ധതിയാണ്. പ്രഭാതത്തിൽ പടയാളികൾ വന്ന, അപ്പച്ച എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? സുപ്രീം കോടതി ശിക്ഷ വിധിക്കുന്ന പ്രതിയോട് ചോദിക്കുന്നത് പോലെ. അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട് കുഞ്ഞെ, ഒരാഗ്രഹവും ഇല്ല. എന്താന്ന് വായിച്ചാട്ടെ, താങ്കളെ കൊണ്ടുപോയി കുട്ടുകത്തിയിട്ട് എണ്ണ കൊല്ലാനാവും. ധൈര്യമായിട്ട് പോയി തിളയ്ക്കുന്ന എണ്ണയിൽ അതിനകത്ത് വലിച്ചിട്ട് ചില നിമിഷങ്ങൾ മരണം കാണാൻ കാത്തിക്കുക. അതിൻ്റെ നടുവിൽ 9 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജോസഫസ് എഴുതി വെച്ചു, തല പൊക്കിയിട്ട് ചോദിച്ചു, പുതയ്ക്കാൻ വല്ലതും ഉണ്ടോ? പടയാളികൾ ഞെട്ടിപ്പോയി. ഇന്ന് രാത്രി നിന്റെ മരണം കാണാൻ നാട്ടുകാർ കാത്തു നിൽക്ക്. കുട്ടുകത്തിന് ചുറ്റും നിന്നതുപോലെ പലരും നിന്റെ പരാജയം കാണാൻ കാത്തു നിൽക്ക്. എന്നാൽ വാഗ്ദത്തമുള്ളവൻ കുട്ടുകത്തിനകത്ത് തീരുന്നവനല്ല. കാൽവറിയിൽ അന്ത്യം വരെ നാഥന്റെ മാറോട് ചേർന്നിരുന്നവന്റെ പിൻപിൽ ഒരു വാഗ്ദത്തമുണ്ട്. അന്ന് വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയിട്ടില്ല. നിന്റെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് നിന്റെ വാഗ്ദത്തം നിവർത്തിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി അമ്മമ്മ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിള് ഈ കുട്ടിച്ചനും മായാവിയും ഡിങ്കനും ഒന്നുമല്ല. 8000 പ്രോമിസാ ബൈബിളിനകത്തുള്ള. 8000 പ്രോമിസ് ഇലാമിനേറ്റഡ് അവർ ബൈബിൾ. പണ്ട് ഇസ്രായേൽ ജനം പെരുകി. അന്ന് ഇസ്രായേൽ ജനം സ്വർഗത്തോട് പറഞ്ഞ് നല്ലൊരു രാജാവ്
രാജാവിനെ തരണമെന്ന്. അവർ പറഞ്ഞ് നല്ലൊരു രാജാവിനെ തരാം. കഴുതി അന്വേഷിച്ച് പോയവന് ആരാക്കി? ശൗലിനെ ഒന്നാമത്തെ ഇസ്രായേലിൻ്റെ രാജാവാക്കി. മനസ്സിലാകുന്നവർക്കായി. പിന്നെ നമ്മൾ ഈ മെയിൻ പോസ്റ്റൊക്കെ കിട്ടിയാൽ പിന്നെ നമ്മൾ താഴത്തില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. പിന്നെ അവൻ്റെ പരിപാടി ഒന്നേ ഉള്ളായിരുന്നു, കുന്തം എടുത്ത് ദാവീദിനെ ഇടയ്ക്കിടയ്ക്ക് പൂശിക്കൊണ്ടിരിക്കുക. സ്വോത്രം. ദാവീദ് ഇടയ്ക്ക് ചോദിച്ചൊരു കാര്യം ചോദിച്ചു, കർത്താവേ ഞാൻ ഒരു മറുപടിയെങ്കിലും ഫേസ്ബുക്കിൽ ഇടണമെന്ന്. ഉടനെ സ്വർഗം പറഞ്ഞ് നീ ഇടണ്ട, അവൻ്റെ കുന്തം ഗൽബോറായി വെച്ച് ഞാൻ അവനെ അങ്ങ് തീർത്തോളാന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതുകൊണ്ടാണ് പറഞ്ഞ് ദൈവമക്കൾക്ക് നേരെ ആവശ്യമില്ലാത്ത കാര്യം പോസ്റ്റ് ഇടാൻ പോയി കഴിഞ്ഞാൽ ശൗലിനെ ഗിൽബോറായി വെച്ച് തീർത്തതുപോലെ നിന്നെ തീർക്കും. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ ഇന്ന് രാത്രി പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പേ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അതിനുശേഷം അവൻ്റെ കാര്യം അങ്ങ് പോയല്ലോ. അപ്പം രണ്ടാമതൊരു രാജാവിനെ വേണം. അപ്പം നമ്മുടെ അന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനുണ്ടായിരുന്നു, അവൻ്റെ പേരാണ് ശമൂവേൽ. ശമൂവേലിനോട് സ്വർഗം പറഞ്ഞ് MIT സ്കൂട്ടറുമായിട്ട് ഇശ്യായിയുടെ വീട്ടിൽ പോകണം. പണ്ടത്തെ ഒരു ദൂതുണ്ട്, അവൻ്റെ വീട്ടിൽ നിന്ന് ഒരു രാജാവിന് നമുക്ക് ഇസ്രായേലിന് വേണ്ടി കൊടുക്കണമെന്ന്. മനസ്സിലാകുന്നവർക്കായി ഇശ്യായി പെട്ടെന്ന് ശമൂവേൽ വാട്സപ്പിൽ വിളിച്ചിട്ട് പറഞ്ഞ്, ഇശ്യായി ഞാൻ അങ്ങോട്ട് വരിക, പിള്ളേരെല്ലാം റെഡിയാക്കി നിർത്തിയേക്കണം, കാര്യങ്ങളെല്ലാം റെഡിയാക്കണം, ഇന്ന് ഓർഡിനേഷൻ്റെ ദിവസമാണ്. അപ്പോൾ ഇശായി റെഡിയാക്കി MITക്കകത്ത് നമ്മുടെ ശമൂവേൽ അവിടെ ചിറങ്ങി. ഞങ്ങൾ ചെന്നപ്പോൾ ചായയൊക്കെ കൊടുത്തു, നല്ലൊരു പാട്ടും പാടി. ഇന്ന് പകൽ മുഴുവൻ വന്ദനമേശു പര സ്വോത്രം. 7 പിള്ളേർ അവിടെ ഇങ്ങനെ റെഡിയാക്കി നിർത്തി. ഉടനെ നല്ലൊരു സങ്കീർത്തനം ജോസേ വായിച്ചോല് അരുമയാനൊരു സങ്കീർത്തനമൊക്കെ വായിച്ച് ഓർഡിനേഷൻ കൊടുക്കാനുള്ള തൈലക്കൊമ്പെല്ലാം എടുത്ത് ഇതായിരിക്കുന്ന പിള്ളേർ വിവാൽഡിയും ബോംബെ ഡൈങ്ങും ലൂയി ഫിലിപ്പും ഒക്കെ ഇട്ടിരിക്കുക. സ്വോത്രം. ആരുടെ കരം അങ്ങോട്ട് എന്നറിയോ? ശമൂവേലിൻ്റെ കരം ചെന്നപ്പോൾ സ്വർഗം പറഞ്ഞ് നമ്പർ 1 യവനെ കണ്ടില്ല, നമ്പർ 2 യവനെ കണ്ടില്ല. ഇടുക്കി നമ്മുടെ മണിയാശാലം പറഞ്ഞ പോലെ 1, 2, 3. മനസ്സിലാകുന്നവർക്കായി യവനെ ഒന്നും ഞാൻ കണ്ടില്ല. 7 എണ്ണത്തിൻ്റെ തലേ കൈവച്ചപ്പോഴും കണ്ടില്ല. സ്വോത്രം. ഇശായിയോട് ചോദിച്ച് നിനക്ക് വേറെ വല്ല പിള്ളേരും ഉണ്ടോയെന്ന്. അപ്പോൾ ഇശായി പറഞ്ഞ് നമുക്ക് പള്ളിക്കത്തോട്ടി ഇച്ചിരി ആടിൻ്റെ പാമ്പുണ്ട്, അവരുടെ ഒരുവൻ കിടപ്പുണ്ടത്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാരായിരുന്നു പൈസ തന്നിരുത് 7 എണ്ണത്തിന് ഓർഡിനേഷൻ കൊടുത്തേനെ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അങ്ങനെയുള്ളവനല്ലായിരുന്നു ശമൂവേൽ. പെന്തിക്കോസുകാർ കേട്ടാട്ട് ശമൂവേൽ ആരായിരുന്നെന്നറിയാവോ? ഏലിയുടെ വീട്ടിനകത്ത് അന്ന് പവർ വിഷനും ഇല്ല, ഹാർവസ്റ്റും ഇല്ല, മന്നയില്ല. സ്വോത്രം. അവൻ മുട്ടുമടക്കി നിലവിളിച്ചു. ആ സമയത്ത് ഏലിയുടെ 2 പിള്ളേരുണ്ടായിരുന്നു. അവന്മാർ അൽപകാമം കുഴിമന്തി തിന്നാൻ പോയതാണ്. മനസ്സിലാകുന്നവർക്കായി. അവന്മാരുടെ പേരായിരുന്നു ഗോപിനിയും പെനകാസും. ചർച്ചിലെ ദശാംശവും അമ്മാമ്മ അച്ചായനും കൊടുത്ത പൈസയായിട്ട് ലൂലൂലും കോട്ടയത്ത് ആർക്കേഡിയിലും പോയി നിന്നുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് അവസാനം 2 എണ്ണത്തിനെ തീർത്ത് വീരന്മാർ പട്ടുപോയത് എങ്ങനെ? മനസ്സിലാകുന്നവർക്കായി ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ട് പാസ്റ്റർമാരുടെ മക്കളായാലും സെൻറ്ററിൻ്റെ മക്കളായാലും കേന്ദ്രത്തിൻ്റെ മക്കളായാലും ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ട് പോയാൽ നിന്നെ അടിക്കാൻ ദൈവത്തിൻ്റെ ഈ വടിയുണ്ട്. സ്വോത്രം. ഏലി പുരോഹിതൻ്റെ മക്കൾ കോട്ടയത്ത് ആർക്കേഡിയയിൽ ലൂലൂലും അവിടെ എല്ലാം പോയി ചപ്പാത്തി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുവൻ മുട്ടുമടക്കി നിലവിളിച്ചുകൊണ്ടിരിക്കുക ശമൂവേൽ. സ്വോത്രം. 1ഉം 2ഉം വിളി കേട്ടു. ഏലിയുടെ അടുത്ത് എന്ന് ചോദിച്ചു, ഉപദേശി എന്നെ വിളിച്ചായിരുന്നു. ഏലി പറഞ്ഞ് മിണ്ടരുത്, ഞാൻ ഇൻസുലിൻ എടുത്തിട്ട് കിടന്നുറങ്ങുവാന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി അടുത്ത വിളി ആരാന്നറിയാമോ? പറയണ സ്വർഗമായിരിക്കും വിളിക്കുന്നത്. അടുത്ത വിളി വിളിച്ചപ്പോൾ പാവപ്പെട്ട ശമൂവേൽ ഒരു കാര്യം പറഞ്ഞ്, അടിയനിത അരുളപ്പാട് തന്നാലും. മനസ്സിലാകുന്നവർക്കായി അങ്ങനെ താഴ്മയോടെ പ്രാർത്ഥിച്ച ബൈബിളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭക്തനായിരുന്നു ശമൂവേൽ. അവൻ കള്ളക്കൈക്കൂലി മേടിച്ച് ഓർഡിനേഷൻ കൊടുക്കത്തില്ല, കള്ളക്കാടും കൊടുക്കത്തില്ല. മനസ്സിലാകുന്നവർക്കായി ശമൂവേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല എന്ന് രാത്രി വിളിച്ചു പറയണം. പഴയത് 7 കഴിഞ്ഞിട്ട് വരുന്നത് അൺവാണ്ടഡാ. പഴയ നിയമത്തിലും 7 കഴിഞ്ഞ് വരുന്നത് അൺവാണ്ടഡ്. പുതിയ നിയമത്തിൽ 2 ഉപദേശങ്ങൾ 7. എഫേസ്യ ലേഖനം വെളിപ്പാട്. അപ്പൊ എന്താ പള്ളിക്കത്തോട്ടി കിടക്കുക? ഇവനിപ്പോ MG യൂണിവേഴ്സിറ്റിയുടെ ബിരുദമില്ല, ചങ്ങനാശ്ശേരി SBയുടെ ഒരു ഡോക്ടറേറ്റും ഇല്ല. 2 കാര്യം ദാവീദിനുണ്ടായിരുന്നു. അമ്മാമ്മ 1 അവൻ കാട്ടിനകത്ത് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു. രണ്ടാമത്തെ 1 അവൻ്റെ ഉണ്ടായിരുന്ന അഭിഷേകം. അപ്പൻ്റെ ആടുകളെ പിടിക്കാൻ വന്ന വന്യമൃഗത്തെ തകർക്കുക. അവൻ്റെ മേലെ ഒരു അനോയിന്റിംഗ് പവർ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വിളിച്ച് പറയണം, കരമടിച്ച് ആരാധിക്കുന്നവൻ അനവധി ദിവസം കാട്ടിനകത്ത് കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി അഭിഷേകത്തോടെ വീട്ടിനകത്ത് അന്യഭാഷയിൽ ആരാധിക്കുന്ന നീ അധിക ദിവസം പട്ടണത്തിൽ കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. ഇന്ന് രാത്രി അമ്മാമ്മ ഓർക്കണ്ടവർ ഓർക്കത്തില്ല. നാട്ടുകാർ നിന്നെ തള്ളും, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും കാട്ടിനകത്ത് കരമടിക്കുന്നവനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അവനെ നാട്ടിലെ രാജാവാക്കുക. സർവശക്തന്റെ കരം ഇറങ്ങി വന്നെങ്കിൽ ആ കരം തളർന്ന കരമല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വിളിച്ചു പറ, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. ഇന്ന് രാത്രി PhD അല്ല വലുത്,
ഡോക്ടറേറ്റ് അല്ല വലുത്. അഭിഷേകത്തോടെ ആരാധിക്കുന്നവന് ഈ രാത്രി ഈ നീലംപേരൂർ ദൈവത്തിന് ആവശ്യമുണ്ട്. അധിക ദിവസം നിന്റെ കുഞ്ഞ് കാട്ടിനകത്ത് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി വിളിച്ചു പറയണം, ലോകം പറയും പുറത്തു വരത്തില്ല, നാട്ടുകാർ പറയും നിന്റെ കുടുംബത്തിനകത്ത് നന്മ വരത്തില്ല, വീട്ടുകാർ പറയും നിന്റെ കുഞ്ഞുങ്ങൾ വെളിനാട്ടിൽ പോകത്തില്ല. ഇന്ന് രാത്രി വിളിച്ചു പറ, ആരൊക്കെ ബൗണ്ടറി കെട്ടിയാലും ആരൊക്കെ മതിൽ കെട്ടിയാലും നിന്റെ ഹല്ലേലൂയ വാഗ്ദത്തത്തിനെതിരെ പോരാടി നിന്നാലും ഇന്ന് രാത്രി കരമുയർത്തി പറയണം, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കും. 2024 അവസാന ദിവസം ശത്രു എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. വചനം മനസ്സിലാകുന്നവർക്കായി കാട്ടിനകത്ത് കരമടിച്ച ദാവീദിനെ പിടിച്ച് ഇസ്രായേലിന്റെ രാജാവാക്കി. അതുകൊണ്ടല്ലേ അവൻ പറഞ്ഞത്, പ്രതിസന്ധിയുടെ വേള വരുമ്പോൾ എല്ലാവരും നിന്നെ ഉപേക്ഷിക്കുമ്പോൾ ഈ 2025 കയറുന്നതിനും വിട്ട് ഇന്ന് ഇവിടുന്ന് പറഞ്ഞോണം, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും യഹോവ എൻ്റെ ഇടയനാകുന്നു. സ്തോത്രം. ഇന്ന് രാത്രി എനിക്കൊരു ബുദ്ധിമുട്ടും അവൻ തരാതെ എന്നെ കാത്തുകൊള്ളും. പാലാ ബാങ്ക് പൊട്ടട്ടെ, അത് കഴിഞ്ഞിട്ട് നെടുമ്പറമ്പിൽ പൊട്ടട്ടെ, പച്ചയായ പുൽപ്പുറത്തു കൂടെ നിന്നെ നടത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി നീലംപേരൂർ ചെറിയ വെള്ളം കിട്ടിയില്ലല്ലോ, അമ്മാമ്മ കരമുയർത്തി പറയണം, സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരിയ കൂടി അവൻ എന്നെ നടത്ത്. 2025 കടക്കുമ്പോൾ ഇന്ന് രാത്രി പറ, ഇവിടെ പവർ കട്ട് വരട്ടെ, കൂടംകുളം തകരട്ടെ, ഇവിടുത്തെ പവർ സപ്ലൈ മുഴുവൻ പോകട്ടെ, എന്നാലും ഞാൻ കുറിച്ച് കൂടെ നടക്ക്. കൂരിരുൾ താഴ്വരെ കൂടി നടന്നാലും അവൻ്റെ കരം എൻ്റെ കൂടെ ഇരിക്കുക. 2025 4-5 ദിവസം ബാക്കിയുള്ളൂ. ഇന്ന് രാത്രി കരമുയർത്തി മുറ്റത്തുനിന്ന് പോകുമ്പോൾ പറയണം, അവൻ്റെ വടിയും കോലും പുതുവർഷം എന്നെ ആശ്വസിപ്പിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രോമിസുകൾ മറക്കരുത്. ആരൊക്കെ നിന്നെ തള്ളിയാലും പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തൻ. അവസാനമായി ആരാ ഒരു കാര്യം ചെയ്തതെന്നറിയാമോ? യോഹന്നാന് വേണ്ടി കൊടുത്ത അവസാന ശിക്ഷാവിധി അവനെ നാട് കടത്തണം. ഇന്നത്തെ ഗ്രീസിൻ്റെ തലസ്ഥാനം ഒളിമ്പിക്സ് ഏതൻസിൽ 60 മൈൽ ഒരു നദി തേംസ്, അതിൻ്റെ ഒത്ത നടുക്ക് കിട്ടുന്ന ദീപ പത്മോസ് 6 മാസത്തിൽ ഒരിക്കൽ യുദ്ധ കുറ്റവാളികൾ നാട് കടത്തുന്ന സ്ഥലം. അമേരിക്കയിലെ ഭരണകൂടം ക്യൂബയിലെ ഗൊണ്ടനോമയിൽ അന്നത്തെ കാലത്ത് കുറ്റവാളികളെ നാട് കടത്തുന്നത് പോലെ പഴയ നിയമത്തെ കാലത്ത് നാട് കടത്തുന്ന സ്ഥലം. വയോധികനായ അപ്പച്ചൻ 90 വയസ്സ് കഴിഞ്ഞു. ഒരു കപ്പ് കാപ്പി പിറച്ചാൽ കൈവിറയ്ക്കുന്ന മനുഷ്യന് ഒരു യാനത്തിനകത്ത് കയറ്റി പത്മോസ് കൊണ്ടുപോയി കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു. കോട്ടയത്ത് കഞ്ഞിക്കുഴി ലോക്കപ്പിനകത്ത് തള്ളുന്ന പോലെ വയോധികനെ അവിടെ തള്ളിയിട്ടു. സംഭവിച്ചത് എന്താ? അവർ പോയി, വയോധികൻ കൈ പിടിച്ചാൽ കൈ കാപ്പി പിടിച്ചാൽ വിറയ്ക്കുന്നു. കണ്ടത് 5 കാഴ്ചയാ. ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൾ, മനുഷ്യന്റെ അസ്ഥികഷം വാർന്നു തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധം, അതിനപ്പുറത്ത് പാറക്കൂട്ട്, ഇവിടെ അസ്തമിക്കാൻ പോവുക. എന്നാൽ ദൈവസന്നിധിയിൽ ആരാധിച്ചവൻ ഏത് പ്രതിസന്ധി വന്നാലും അവന്റെ കടക്കപ്പായിൽ മുട്ടുമടക്കി കരയോ. അമ്മ ഇന്ന് രാത്രി പറഞ്ഞാട്ട് അവങ്കലേക്ക് നോക്കിയവർ നീലംപേരൂർ പ്രകാശിതരായി. അച്ചായ കുറിച്ച് നിന്റെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും, എല്ലാവരും നിന്നെ കൈവിടും. എന്നാൽ ഇന്ന് രാത്രി നീലംപേരൂർ പ്രിയ കുഞ്ഞോനിച്ചാൻ്റെ ഭവനാങ്കണത്തിൽ പറയണം, ഇന്ന് രാത്രി എൻ്റെ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങുമ്പോൾ സ്വർഗത്തിൻ്റെ കോപണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. കാരാഗ്രഹത്തിനകത്ത് കണ്ണുനീരൊഴുക്കിയ യോസഫിന് വേണ്ടി ഫറവോന്റെ കൊട്ടാരത്ത് ചെയറൊരുക്കിയവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ലൂസിനകത്ത് കണ്ണുനീരൊഴിക്കുന്നവന് വേണ്ടി ലാബാന്റെ വീട്ടിനകത്ത് വാസമൊരുക്കിയവനാ സ്വർഗത്തിലെ ദൈവം. സിംഹക്കുഴിക്കകത്ത് വീഴുന്നതിന് മുമ്പ് യെരുശലേമിനെ നോക്കി നിലവിളിച്ച ദാനിയേലിന്റെ മുമ്പ് സിംഹങ്ങളുടെ വായടപ്പിച്ചവനാ സ്വർഗത്തിലെ ദൈവം. 1000 ആണ്ട് ശാപത്തിൽ കടന്ന് കല്യാണം നടക്കത്തില്ല, നിന്റെ വീട്ടിൽ പിള്ള വരത്തില്ലെന്ന് മന്ത്രവാദി തന്ത്രവാദിയും എഴുതിയപ്പോൾ കയ്യിൽ വചനമെടുത്ത് ഒരമ്മച്ചിയുടെ കൂടെ യാത്ര ചെയ്ത രൂത്തിനെ കൊണ്ട് നല്ല ബോവസിന്റെ നിലത്തിൽ ഇറക്കുക സ്വർഗത്തിന്റെ കരമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നെ മറുകര കടത്തുക. രൂത്തിന്റെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങിയെങ്കിൽ, ദാനിയേലിന്റെ നിലവിളിയുടെ മുൻപിൽ ഒരു കരമിറങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി യോസഫിന്റെ കണ്ണുനീരിന് മുമ്പിൽ കൊട്ടാരത്തിൽ ചെയറൊരുങ്ങിയെങ്കിൽ, യാക്കോബിന്റെ കണ്ണുനീരിന് മുമ്പിൽ ലാബാന്റെ വീടിന്റെ വാതിലുകൾ തുറന്നെങ്കിൽ, ഇന്ന് രാത്രി പറയണം, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. നിർണയപ്രകാരം മുട്ടുമടക്കുന്നവർക്ക് ഈ രാത്രി ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്തുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തൻ.
The power of the word of the God striking in this heaven. യേശുവിൻ്റെ നാമത്തിൽ അന്ധകാരക്കെട്ടുകൾ മാറട്ടെ. അന്ന് സ്വർഗം അവന് വേണ്ടി തുറന്നു. കണ്ടത് ദിവ്യ ദർശനം. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണുള്ളവൻ കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥം 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കൈ യോഹന്നാൻ മുട്ടുമടക്കി ഒരു കരം അവനെ തൊട്ടു. ആദ്യൻ അന്ത്യൻ ആൽഫ ഒമേഗ, മരണത്തിന്റെ ഈ പാതാളത്തിന്റെ തക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകം ആ വെളിപ്പാട് പുസ്തകം. മറനീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. രംഗപടത്തിന് പിൻപിൽ കാണുന്ന യുഗാന്ത്യ സംഭവം അപ്പോക്കാലിപ്സ്. 404 വാക്യം 22 അധ്യായം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2 3 ആസിയയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 11 വരെ യഹൂദന്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനം, 13 പിശാചിന്റെ തൃത്വത്വം, 14 സിയോൻ മലയിൽ കുഞ്ഞാട്, 15 കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവൻ കുഞ്ഞാടിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിനരികെ നിന്ന് ഒരു ഭാഗത്തിലേക്ക്. അതിനാസ്പദമായി ബൈബിളിനകത്ത് 10 യുഗമുണ്ട്. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽംശയുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6ാമത്തെ യുഗം ആ കൃപായുഗം. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടും, കൃപായുഗം തീരാറായി, കാന്തൻ വരാറായി. കൃപായുഗം കഴിഞ്ഞ് 4 യുഗങ്ങൾ പുറകെയുണ്ട്. 1 എതിർക്രിസ്തുവിൻ്റെ ആദ്യത്തെ 3.5 വർഷം, 2 അടുത്ത 3.5 വർഷം മഹോപദ്രവം, അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ച, അത് കഴിഞ്ഞ് നിത്യ യുഗങ്ങൾ. ഇനി എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. 1ാം ലോകമഹായുദ്ധം 1914 മുതൽ 17 വരെ 1ാം ലോകമഹായുദ്ധം നടന്നു. അന്ന് 5 ലക്ഷം പേർ മരിച്ചു. ഒരു സംഘടന വന്നു, യുദ്ധം വേണ്ട. ആ സംഘടനയുടെ പേരാ ലീഗ് ഓഫ് നേഷൻ, സർവ്വരാഷ്ട്ര സംഘടന. ശ്രദ്ധയോടെ ഇരിക്കണമേ. 2ാം ലോകമഹായുദ്ധം 5.5 കോടി പേർ മരിച്ചു. അന്ന് അമേരിക്ക തീരുമാനിച്ചു, എല്ലാവരെയും വിളിച്ചു, ഒരു സംഘടന കൊണ്ടുവന്നു. ആ സംഘടന ഇന്നുണ്ട്, യുണൈറ്റഡ് നേഷൻസ്. അതിൻ്റെ നേതാവ് അന്തോണീസ് ഗുട്രാസ്. ഇന്ന് രാത്രി കുഞ്ഞോൻചാൻ്റെ ഭവനാങ്കണത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ 7 യുദ്ധങ്ങൾ, രാഷ്ട്രങ്ങൾ. 1 റഷ്യ ഉക്രൈൻ 3 വർഷമായി, 2 ഇസ്രയേൽ ഹമാസ്, 3 ഇസ്രയേൽ സിറിയ, 4 ഇസ്രയേൽ ലെബനോൻ, 5 ഇസ്രയേൽ ഇറാൻ, 6 ഇസ്രയേൽ യമൻ, 7 ഇനി അടുത്ത തുർക്കിക്കും അഫ്ഗാനും ഒക്കെ വരാറുണ്ട്. ഇതൊരു അന്തിമ യുദ്ധത്തിലേക്കാണ് പോകുന്ന വഴി. അതിവിടെ നടക്കത്തില്ല. ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് പറയണത് 2 ദിവസം കൊടുക്കും. അത് കല്യാണിമൊക്കെ പ്രസംഗിക്കാം. ചോത്രം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്ന് പറയുന്ന വെളിപ്പാടിൻ്റെ ബാക്കി ഇവിടെ കുറിച്ചിയിൽ മുറ്റത്ത് കൺവെൻഷൻ ഉണ്ട്. എവിടെയാണെന്ന് എനിക്കും അറിയത്തില്ല. 20, 21 ഏതോ മുറ്റത്ത് ഒരു സൗകര്യം വിളിച്ചിട്ടുണ്ട്. വെളിപ്പാട് അത് പറയാം. അങ്ങനെയെങ്കിൽ 3ാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ ഒരുവൻ്റെ കയ്യിലേക്ക് ഭരണം വരണം. ആ ഭരണത്തിൻ്റെ പേര് ഏക ലോക ഭരണം. ഇനി വളരെ താഴ്മയോടെ പോകത്തോളൂ, നിങ്ങൾക്ക് മനസ്സിലാകണം. അതിനാസ്പദമായി എല്ലാവരും കേൾക്കണം. 2023 G20 ഉച്ചകോടി. ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? ഒരുവൻ ലോകം ഭരിച്ചെങ്കിൽ നല്ലതായിരുന്നു. എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ പറ്റും, ഭക്ഷണം, പാനീയം, മരുന്ന് എല്ലാം. അത് കഴിഞ്ഞ് നമ്മുടെ മോഡി സാർ അബുദാബിയിൽ അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ പോയി, 7000 കോടി. അപ്പോൾ ഈ ചാനലുകാരെല്ലാം മോഡി സാറിൻ്റെ അടുത്ത് വന്ന്, ഏക്ക് നൈ ബാത്ത് ബത്താനെ കി ഇസ് ടൈം ആപ്കെ സാത്ത് ഹം ഖടാ ഹുവാ ഹൈ. ഞങ്ങളെല്ലാവരും നയാ ബാത്ത് കേൾക്കാനാണ്. മൻ കി ബാത്തിൻ്റെ വേറൊരു ബാത്താ നയാ ബാത്ത്, സ്വോത്രം. ഉടനെ മോഡി സാർ പറഞ്ഞു, ഭായിയോ ബഹനോ യേ സുന്ന മങ്ത अपना दुनिया बरकत शांति समाधान मिलने के लिए एक आदमी हुकूमत में बैठेगा अच्छा है. ഒരുവന്റെ കയ്യിൽ ഭരണം നന്നാൽ നല്ലത്. 3 ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിക്കത്തില്ല, ബ്രിക്സ് ഉച്ചകോടി, 37 രാഷ്ട്രങ്ങൾ റഷ്യയിൽ ഉച്ചകോടി. അപ്പം 3 അണ്ണന്മാർ ഇങ്ങനെ പറഞ്ഞു. 1 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, 2 നമ്മുടെ കൊറിയയുടെ കിങ് ജോങ്, അത് കഴിഞ്ഞ് ചൈനയുടെ ഷീ ജിൻപിങ് പറഞ്ഞു നമ്മൾ ഒരേക ലോക ഭരണത്തിൽ പോകാം. 4ാമത്തെ കാര്യം, ഇത് അമേരിക്കക്കാർ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക, 47ാമത്തെ അമേരിക്കയുടെ പ്രസിഡന്റായി മിസ്റ്റർ ട്രംപ് ജനുവരിയിൽ വരാൻ പോന്നു. ട്രംപിൻ്റെ തോളയിൽ ഒരാൾ കൈയിട്ടു. കോട്ടയംകാരുടെ ഭാഷയെ പറഞ്ഞാൽ പാച്ചുവും ഗോപാലിനും മനസ്സിലാകുന്നവർക്കായി. അവൻ്റെ പേര് എലോൺ മസ്ക്, മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അവൻ്റെ ഒറ്റ കഴിവ് കൊണ്ടാവും ട്രംപ് ഇടിച്ച് നല്ല ഭൂരിപക്ഷം നേടിയത്. അപ്പോൾ 1 2 സാമ്പത്തിക മണ്ഡലം. ട്രംപ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള ഭരണാധികാരി. ഇലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ.
മൂന്നാമത്തെ ഒരാളോട് കൂടെ കൂടി പത്രോസ്, യാക്കോബ്, യോഹന്നാൻ പോലെ ബെഞ്ചമിൻ നെതന്യാഹു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മോഡി സാറ് 150 കോടിയിലേക്ക് വന്ന് ലോകത്തെ സാമ്പത്തികമില്ലാത്ത മോഡി സാറും പറഞ്ഞ് ഞാനും നിങ്ങളുടെ കൂടെയുണ്ട്. മനസ്സിലാകുന്നവർക്കായി വരാൻ പോകുന്ന കാര്യമാ ഏക ലോക ഭരണം, ന്യൂ വേ വേൾഡ് ഓർഡർ. അങ്ങനെയെങ്കിൽ ഇന്നൊരു അന്താരാഷ്ട്ര പ്രശ്നമുണ്ട്. ഈ ഹമാസ് വിഷയമൊക്കെ പോകുന്നത് എവിടത്തേക്കാണെന്നറിയാവും? യഹൂദൻ്റെ ദേവാലയത്തിലേക്കാവും. ഇന്ന് രാത്രി യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം ബൈബിൾ കൂടെ വച്ചിരിക്കണം. മത്തായി 24:3-4-5. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം. യേശു പറഞ്ഞു, ഞാനല്ല, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും വരും. കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിക്കും, ഭാഷമാരെയും തെറ്റിക്കും. അങ്ങനെയൊക്കെയുള്ള കാലം വരും. 4 മറുപടി യേശു പറഞ്ഞു. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. ഇസ്രയേൽ ഇന്ന് രാത്രി കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം 7 രാഷ്ട്രങ്ങളുമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അത്തി തളിർത്തു, കൊമ്പിളതായി, വേനലും അടുത്തു, തേർഡ് വേൾഡ് വാർ. അങ്ങനെ നീലം പേരുള്ള സഹോദരങ്ങൾ ഇവിടെ കാണുമ്പോൾ അവൻ അടുക്ക് ഒരച്ചായൻ ട്രംപിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ മൈക്രോ ചിപ്പുമായിട്ട് ലോകത്തെ കയ്യിൽ കൊണ്ട് തരാം. അങ്ങനെയെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ വരവിന് മുമ്പായി എലോൺ മസ്ക് എഴുന്നേറ്റ് വരുന്നു. അവൻ അടുക്ക്. അതിൻ്റെ ഇടയ്ക്ക് 4 പേരും പറയുന്നു. നിർമ്മല സീതാരാമൻ പറയുന്നു ഏകലോക ഭരണം. മോഡി സാർ പറയുന്നു ഒരുവൻ്റെ കയ്യിൽ ഭരണം കൊടുക്കാം. റഷ്യക്കാരൻ പറയുന്നു ഒരുവൻ്റെ കയ്യിൽ കൊടുക്കാം. ഇപ്പം അമേരിക്കയിലെ ട്രംപും മസ്കും പറയുന്നു നമുക്ക് ചേർന്ന് ഉലകത്തെ പിടിക്കാം. അതിന് ഇസ്രായേലിനോട് പറയുന്ന ഗ്രേറ്റർ ഇസ്രായേൽ. മനസ്സിലാകുന്നവർക്കായി കിട്ടുന്നിടത്തെല്ലാം കുറ്റിയടിച്ചോളാം. നീലം പേരൂരിലെ അച്ചായൻ സുൽത്താൻ ബത്തേരി പോയി വില്ലേജ് ഓഫീസർ 10 ഏക്കർ കൊടുത്ത് പട്ടയം കൂടെ കയറി 40 ഏക്കർ കുറ്റിയടിച്ചോല. ഇന്ന് ഇസ്രായേൽ കയറി കുറ്റിയടിക്കുന്ന ലെബനോനിലും ഗാസയിലും സകല സ്ഥലത്തും കുറ്റിയടിക്കുന്ന അതാ ഹെർമോനും നെതന്യാഹു എല്ലാം പിടിക്കുന്ന ഗോലാങ്കുന്നു. ഇതെല്ലാം ചെല്ലുന്ന അന്തിമ യുദ്ധത്തിലേക്കാണ്. 14 രാത്രി പ്രസംഗിക്കാറുണ്ട് ഇസ്രായേൽ ഗാസ. 4 പ്രാവശ്യം പ്രസംഗിച്ചാലും തീരത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് ആഗോള വ്യാപകമായിട്ടൊരു പ്രശ്നമുണ്ട്. യഹൂദനാലയമില്ല. ദൈവസഭ എടുക്കപ്പെട്ടാൽ ഒരുവൻ ഭരണത്തിൽ വരും. ഒരിക്കൽ കൂടി 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ എന്ന് ലീഗ് ഓഫ് നേഷൻസ്, 2-ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ യുണൈറ്റഡ് നേഷൻസ്, ആഫ്റ്റർ ദ തേർഡ് വേൾഡ് വാർ മൈക്രോ ചിപ്പുമായി ഒരുവൻ വരാൻ പോന്നു. കുഞ്ഞു വായിച്ച് സഹായിക്കണം. വെളിപ്പാട് 13, 11, 12 വാക്യങ്ങൾ കുഞ്ഞു വായിച്ച് വെളിപ്പാട് 13, 1, 2 വാക്യങ്ങൾ മോനൊന്ന് വായിച്ചാട്ടെ. അപ്പോൾ 10 കൊമ്പും. ഇതാ ക്ലിയർ. ഞാൻ അതുകൊണ്ട് ബൈബിള് മക്കൾ നല്ലതുപോലെ വായിച്ചാട്ട്. യുദ്ധം തേർഡ് വേൾഡ് വാർ കഴിഞ്ഞാൽ ക്ലിയർ കട്ട് 10 കൊമ്പ്. ആരായി 10 കൊമ്പ്? എല്ലാവരും നോക്കിക്കോണം. ഞാൻ പോയിട്ട് ഈ ഭവനത്തിൽ കുഞ്ഞുങ്ങളെ പിടിക്കുകയൊന്നും ചെയ്യരുത്. യൂറോപ്യൻ യൂണിയനാ. കുഞ്ഞുങ്ങൾ പറയും 29 രാജ്യമുണ്ട്. ശരിയാ മക്കള്, 29 കൺട്രീസ് ആ EU, യൂറോപ്യൻ യൂണിയൻ. 12 രാജ്യങ്ങൾക്ക് വോട്ടവകാശമുള്ളൂ. 12 എണ്ണത്തിന്. ബാക്കിയുള്ളവർ നമ്മുടെ കമ്മിറ്റി കൂടെ പുറകെ ഇരുന്ന് ചായ കുടിക്കാം. 12 രാജ്യങ്ങൾ: ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ദാണ്ട 12-1 ദൈവം വെട്ടി. അവൻ്റെ പേരാ ബ്രിട്ടൻ. കണ്ടില്ലേ? ബ്രിട്ടൻ കണ്ടില്ലയോ? ഇതിനെ ആ ചാനലുകാർ വിളിച്ച ബ്രെക്സിറ്റ്. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ ഇന്ന് പുറത്തു പോയി. ഇനി 11. അത് പോയതുകൊണ്ടാ ഇനി 11. ഒന്നുകൂടെ പോയാൽ കുറിച്ചിക്കാരോട് ഞാൻ പറയുന്നു, അന്ന് രാത്രി എൻ്റെ പ്രിയൻ വാനമേഘത്തിൽ വരും. ദാണ്ട് മനോരമ വാർത്ത വിഷമിക്കേണ്ട. കോട്ടയത്ത് മാമൻ മാപ്പിളയുടെ പത്രം അടിച്ചത്, ഞാൻ അടിച്ചതല്ല. താഴെ കിടക്കുന്നു പടി അടച്ച് ബ്രിട്ടൻ, ബ്രെക്സിറ്റ്. അതുകൊണ്ടാ നമ്മുടെ പിള്ളേരെല്ലാം ഇപ്പോൾ ഇവിടെ പോയി കാനഡ, അമേരിക്ക എന്നോ വീട്ടിൽ 2, 4 ഒരു മോനും ഒരു മോളും വന്ന 2 കുഞ്ഞുങ്ങളും 4. അതുകൊണ്ടല്ലയോ തുരുത്തി നമ്മച്ച് പറയുന്നത് മോൻ മാഞ്ചസ്റ്ററിൽ, മരുമോള് ഡുബ്ലിന്, കൊച്ചുമോൻ ഇപ്പം പിന്നെ മാൾട്ട നിൽക്കുന്നു, അവൻ്റെ ഭാര്യ ലിവർപൂളിൽ നിൽക്കുന്നു. മനസ്സിലാകുന്നവർക്കായി. ഇപ്പം അമ്മച്ചിയും ഒരു വേലക്കാരിയുണ്ട്. വേലക്കാരി മതിലിയാടി അമ്മച്ചിയുടെ കാര്യം കഷ്ടം. പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. പിള്ളേരെല്ലാം പോയില്ലേ? റഷീസുനക്ക് വന്നപ്പോഴെല്ലാം പോയത്. അവിടെ നിൽക്കട്ടെ. സ്വോത്രം. ഇതൊക്കെ ക്ലിയർ ആക്കി തരാം. 10 കൊമ്പ്. അടുത്ത കുഞ്ഞു വായിച്ചാട്ടെ. 7 തലയും. 7 തലയാ ഇറ്റലിയുടെ ടൈബർ നദീതീരം. ആ ടൈബർ നദീതീരത്ത് 7 മലകളുണ്ട്. ക്യാപിറ്റോളിൻ, പാലിറ്റേലിയൻ, അവൻഡേൻ, കൊറിയൻ, ബിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. ഇവിടെ ഇരിക്കുന്ന കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന്റെ സിംഹാസനം വഴിയൊരുക്കും. അതൊന്നും ആന്റി ക്രൈസ്റ്റ് അല്ല. അടുത്ത വായിച്ചാട്ട് വായിക്കാം. കൊമ്പുകളിൽ 10 രാജമുടിയും. സഖാവ് പിണറായി ഒറ്റയ്ക്കല്ല കേരളം ഭരിക്കുന്നത്. കൂടെ രാജീവുണ്ട്, ബാലഗോപാലുണ്ട്, വീണ ജോർജ് ഉണ്ട്, ഇവരെല്ലാം ഉണ്ട്. അങ്ങനെയെങ്കിൽ കൊമ്പുകളിൽ 10 രാജമുടിയും. അഥവാ
ഇനി 10 രാജ്യങ്ങൾ യൂറോപ്പിനോട് ചേരും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. തലയിൽ ദൂഷണനാമമുള്ള അനവധി പേര് എതിർക്കസു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മം, ദൂഷണനാമം നിറഞ്ഞൊരു മൃഗവും ആ മൃഗം സമുദ്രത്തിൽ നിന്ന് വായിച്ചു സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ജനത്തിന്റെ ഇടയ്ക്ക് എന്നൊരു ഭരണാധികാരി വരുന്ന ഏകലോക ഭരണം. ഞാൻ കണ്ട മൃഗം. അടുത്ത് ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും. തകർന്നു പോയ റോമാ സാമ്രാജ്യം. ഇതാ ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ ഇതിന്റെ പിന്തുണയാ. അതാ തകർന്ന ഗ്രീസ് സാമ്രാജ്യം അതാ കാണിക്കുന്ന. അടുത്ത വാക്ക്. അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെ. കരടിക്കാല ഇന്നത്തെ ഇറാൻ. പഴയ ദാര്യാവേശും കോരശും. അതിന്റെ വായി 3 വാരിയലുണ്ട്. ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ. യവരന്മാരെല്ലാം കൂടെ അന്തിക്രിസ്തുവിനെ കൊണ്ടുവരാൻ പോകും. അടുത്ത വാക്ക് വായ് സിംഹത്തിന്റെ വായ് പോലെയും. ഇന്നത്തെ ഇറാഖ സിംഹമുഖം. അതിന് വായിച്ചാട്ട് മോനെ. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും. അതിന് മഹാസർപ്പം വലിയ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ദൈവസഭ എടുക്കപ്പെട്ടാൽ മസിൽ പവർ, മണി പവർ. അതാ വെളിപ്പാട് 6:1-2. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ല്, വാള്. അവൻ ജയിപ്പാനായി പുറപ്പെട്ടു. ഇന്നത്തെ സാമ്പത്തിക മന്ദി ആര് തീരും? നടക്കത്തില്ല. റഷ്യ ഉക്രൈൻ 3 മാസമായി. ആര് തീർക്കും? നടക്കത്തില്ല. ഇസ്രായേലിനോട് വെടിനിർത്താൻ പറഞ്ഞിട്ട് അവൻ നടക്കത്തില്ല. എണ്ണവില പോകുന്നു. കേരളത്തിൽ വെളുത്തുള്ളിയുടെ വില കേട്ടിട്ട് അമ്മാമ്മ കരയുന്നു. അതൊക്കെ നിർത്തണമെങ്കിൽ ഇനി ലോകം പറയും ഒരുവൻ വരണം. കാർപ്പറ്റ് ഇട്ടിരിക്കുന്നു, അച്ചായൻ വരാൻ, അവൻ അടുക്ക വാതിൽക്കൽ. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു മൃഗം ഭൂമിയിൽ നിന്ന്, ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന്, 2 ആന്റി ക്രൈസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ അടുത്ത പടി വരും. വെളിപ്പാട് പുസ്തകം 13-11 അതിന്റെ 12 വാക്യങ്ങൾ മുൻ വായിച്ചാട്ട്. വെളിപ്പാട് 13-11-12 വാക്യങ്ങൾ വായിക്കാം. രണ്ടാമതൊരു മൃഗം. വെളിപ്പാട് പുസ്തകം 13-11-12 വാക്യങ്ങൾ വായിക്കാം. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇവിടാണ് പെന്തിക്കോസുകാരെല്ലാം നോക്കണം. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. 1. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. ആന്റി ക്രൈസ്റ്റ് വരുന്ന 2 തലത്തില്. 1 ഭരണം, 2 മതം. 2 കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പ്. അതിലൊരു കൊമ്പാ രാഷ്ട്രീയം. ട്രംപ്, മോഡി സാർ, എലോൺ മസ്ക്, അത് കഴിഞ്ഞിട്ട് നെതന്യാഹു. ഇവർ 4 പേരൂടെ കൂടിയാൽ മിക്കവാറും എല്ലാം ശരിയാക്കാം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പുറത്ത് മതം. അതിനാസ്പദമായി കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, സ്വാമി ശാശ്വതികാനന്ദയോടൊപ്പം നമ്മുടെ കോട്ടയത്തുകാരൻ ചാണ്ടിമോന്, അത് കഴിഞ്ഞ് പാണക്കാട് സാദിഖലി, ശിഹാബ്ദങ്ങൾ, കർണാടകയുടെ ടി.യു. ഖാദർ എല്ലാം കൂടെ വത്തിക്കാനിൽ പോയി. ഏകലോക മതം. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. പത്രത്തിൽ വായിച്ചില്ലയോ എത്ര ക്ലിയറായി? ഒരിടത്ത് മതം ഒരുമിക്കുമ്പോൾ മറ്റൊരിടത്ത് രാഷ്ട്രീയം ഒരുമിക്കുന്നു. അതിനാസ്പദമായി ഇന്ന് ലോകത്തിലെ അന്താരാഷ്ട്ര പ്രശ്നമാ ഇസ്രയേലിന്റെ ആലയമില്ല. ആന്റി ക്രൈസ്റ്റ് വരുന്നത് 3-ാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇസ്രയേലിന് ആലയം കൊടുക്കാൻ. ചിങ്ങവനെ തിരിക്കുന്ന ഉല കേൾക്കണം. യഹൂദന്റെ 1ാമത്തെ ആലയം, സമാഗമന കൂടാരം. മരുഭൂമിയിൽ കതിരമരം കൊണ്ട് അത് പണിഞ്ഞു. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതങ്ങ് പോയി. 2 ജ്ഞാനികൾ, ജ്ഞാനിയ ശലോമോൻ ദൈവാലയം BC 606. നെബൂഖദ്നേസർ അതിനെ തകർത്തു. 2, 3 കോരശന്റെ ഇടയൻ യെശയ്യാ 45, എസ്ര, നെഹമ്യാവ്, സെരുബ്ബാബേൽ അവരാൽ പണിതു. 4 യേശുക്രിസ്തുവിന്റെ ഐതിഹ്യ ശുശ്രൂഷയിൽ ഹേരോദാവിനാൽ 46 വർഷം കൊണ്ട് പണിയുന്ന ദൈവാലയത്തിൽ യേശു വന്ന് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. കരമുയർത്തുന്നവർക്കായി ഇതാ ഹമാസൊക്കെ ചെല്ലാൻ പോകുന്നത്. ഇതിന്റെ കാര്യം എന്നെ കേൾക്കണം. യേശു ഇത് പറഞ്ഞു. പെന്തിക്കോസുകാരെല്ലാം കേട്ടാട്ട് AD 68 ടൈറ്റസ് എന്ന രാജാവ്, ആ രാജാവ് ഇസ്രയേലിനെ തകർക്കാൻ വന്നു. ആലയത്തിന്റെ അടിയിൽ നല്ല ധനമുണ്ട്, അഥവാ രത്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആഫ്രിക്കൻ ആനയെ വാടക എടുത്തുകൊണ്ട് വന്ന് 68 അദ്ദേഹം വന്നു. യെരുശലേമിന്റെ താഴ്വാരം മുഴുവൻ വളഞ്ഞു. എല്ലാവരും കേൾക്കണേ. ആ സമയത്ത് അന്നത്തെ ഫോണൊന്നുമില്ല. ആരോ വന്ന് പറഞ്ഞ് നിന്റെ അപ്പൻ മരിച്ചു എന്ന്. യുദ്ധം അവിടെ നിൽക്കട്ടെ. ആ സമയത്ത് യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം കേട്ടവർ ആ ചർച്ചിനകത്തുണ്ടായത് പഴയ ആലയത്തിൽ അവർക്ക് പിടികിട്ടി. യേശു പറഞ്ഞത് ശരിയാ, ഇത് തകരാൻ പോവാ. അവർ പെല്ലാ മലയിലേക്ക് ഓടിപ്പോയി വചനം കേട്ടവർ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ ഭവനാങ്കണത്തിൽ ഇരിക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു, ഇവിടെ ഒരു 3-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വചനം കേട്ടവർ നിത്യ വീട്ടിലേക്ക് യാത്രയാകും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അത് നിഴൽ. AD 70 ബാക്കിയൂടെ കേട്ടാട്ടെ. AD 70 ടൈറ്റസ് വന്നു. യെരുശലേമിന്റെ ദൈവാലയം തകർത്തു. ദാണ്ട് ആനയെ കൊണ്ടുവന്ന് ചവിട്ടിക്കളഞ്ഞു. ഇന്ന് 2 കാര്യമുണ്ട്. 1 വിലാപമതിൽ. ആ വിലാപമതിൽ മോശയുടെ കുഞ്ഞുങ്ങൾ ഹസദിക്ക്, ഹർദിക്ക്, നെട്ടൂരി കറുത്ത അമാര കറുത്ത പാൻറ്, കറുത്ത ഷർട്ട് ഇട്ട് ദാണ്ട് തലേ ചട്ടിച്ചൊപ്പി വെച്ച് വിലാപമതിൽ ചുരുളടിച്ച് പ്രാർത്ഥിക്കുന്ന ആലയമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു വാതിലുണ്ട്, കിഴക്കേ വാതിൽ. അത് എസെക്കിയേൽ 44:1-2. ശ്രദ്ധയോടെ ഇരിക്കണം. എസെക്കിയേൽ
എസക്കേൽ 44:1-2 വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. എസക്കേലിനെ സ്വർഗം കൊണ്ടുപോയി ആലയത്തിന്റെ വാതിൽ കാവൽ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാരും തുറക്കരുത്, യഹോവയായ കർത്താവ് ഇതിനകത്തൂടി കടന്നത് കൊണ്ട് ഈ വാതിൽ അടച്ചേക്കണം, കിഴക്കേ വാതിൽ. 1967 ജോർദാനിലെ ഹുസൈൻ രാജാവ് തുറക്കാൻ ശ്രമിച്ചു, പക്ഷേ രാജാവ് വീണതല്ലാതെ വാതിൽ തുറന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഒരു പ്രത്യാശയുണ്ട്. സങ്കീർത്തനം 24, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരുപ്പേ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. സ്തോത്രം. ആ വാതിൽ അടച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ അമേരിക്കയിലെ ട്രംപും ഇലോൺ മസ്കും എല്ലാം വന്നെങ്കിൽ എന്താ ഇനി നടക്കാൻ പോകുന്നത്? അക്കമിട്ട് 2016 നമ്മുടെ വായാടി ട്രംപ് അമേരിക്കയിൽ വന്നു. അന്ന് ഒന്നാമത്തെ പണി ചെയ്തു, ജെറുസലേമിന് ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി. 48 മെയ് 14 ഡേവിഡ് ബെൻ ഗൂറിയൻ കൊടി ഉയർത്തി. ടെല്ലവീവായിരുന്നു 1 ജെറുസലേം ഇസ്രയേലിന്റെ തലസ്ഥാനം. 2 ട്രംപിന്റെ മകളുടെ പേരാ ഇവാങ്കലിൻ. അവളെ കെട്ടിയ ഒരു യഹൂദന, അവൻ്റെ പേരാ ജാറേഡ് കുഷർ. അവൻ്റെ വലങ്കയ്യ ഈ എലോൺ മസ്ക്. ട്രംപിൻ്റെ മകളും മരുമകനും ചേർന്ന് എംബസി തുറന്നു. 2 ഇതെല്ലാം പള്ളിക്ക് വേണ്ടിയാ. മൂന്നാമത്തെ കാര്യം കേട്ടാട്ടെ, ഇസ്രയേൽ ഇനി ജൂതരാഷ്ട്രം. അഥവാ ആർക്കും എവനോട് ഒരു പരിപാടിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ എന്നാൾ ഹമാസിന്റെ യുദ്ധം നടന്നപ്പോൾ ആര് പറഞ്ഞു? UN ജനറൽ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞു, ബെഞ്ചമിൻ്റെ തന്നെയാണ്, ഒരാഴ്ചത്തേക്ക് കേക്ക് മുറിക്കാൻ ഒരു അവസരം കൊടുക്കാൻ. സന്തോഷമില്ലല്ലോ ക്രിസ്മസിന്. സ്വോത്രം. അപ്പം പറഞ്ഞു, മര്യാദയ്ക്ക് ഇരുന്നില്ലേ നിന്റെ കാര്യവും കട്ടപ്പോകുകയെന്ന്, ഡ്രോൺ വരുമെന്ന്. സ്വോത്രം. അതുകൊണ്ട് ഇപ്പോൾ UN ജനറൽ സെക്രട്ടറി ഏതാണ്ട് തുരങ്കത്തിയിരിക്കുക. പാവത്തിനും പേടിയാ, അവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇത് മൂന്നാമത്തെ കാര്യം. 4 ഇന്ന് രാത്രി നമ്മുടെ മുറ്റത്ത് കൺവെൻഷൻ നടക്കുമ്പോൾ യഹൂദൻ ദൈവാലയം പണിയുവാൻ $60 ലക്ഷം $3 ബില്യൺ പിരിച്ചു. 5ാമത്തെ സംഭവം 44 ദിവസം കൊണ്ട് പണിയാനുള്ള ടെക്നോളജി അവൻ്റെ കയ്യിൽ. 5 മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി ടീം ആൻഡ് ബെയറിന് കൊട്ടേഷൻ കൊടുത്തു. 6ാമത്തെ സംഭവം ഭൂമിയുടെ അടി നോക്കാൻ ഹാൽക്രോയ്ക്ക് കൺസൾട്ടിങ്ങിന് കൊടുത്തു. 8 ആഗോള വ്യാപകമായി യഹൂദന്റെ ഇടയിൽ ആ ആലയത്തിന്റെ ബ്ലൂ പ്രിന്റ് അവരുടെ കമ്പ്യൂട്ടറിൽ വന്നു. 9 ഇന്ന് രാത്രി യെരുശലേം ദൈവാലയത്തിന് വേണ്ടി ചുവന്ന പശുക്കള്. മോനെ ഇതെല്ലാം ലൈവ് കൊടുത്തേക്കണേ, ആ ക്ലിയർ ആയിക്കോണം, ഞാൻ പോയാലും ആരും പിടിക്കരുത്. യെരുശലേം ദൈവാലയത്തിന് വേണ്ടി ചുവന്ന പശുക്കൾ. 10 ടെക്സാസിൽ നിന്ന് 3 ചുവന്ന പശുക്കളെ ക്ലോണിൽ കൂടെ ഇസ്രയേലിൽ കൊണ്ടുവന്നു. 11ാമത്തെ കാര്യം, ഇന്ന് രാത്രി ഈ യഹൂദൻ ഒരാലയം വന്നാൽ ആഗോള വ്യാപകമായി യഹൂദന്മാർ മടങ്ങി വരും. അപ്പോൾ ഈ ട്രാഫിക്കും നമ്മുടെ ഇപ്പം ചിങ്ങമനത്തെ കണക്ക് റോഡ് നിയന്ത്രിക്കാൻ കേരള ഹോം ഗാർഡില്ല. അതിന് പകരമായിട്ട് ഒരു ചെറുപ്പക്കാരനെ അവർ ബ്രിട്ടനിൽ വിട്ട് പോലീസ്, റോണിയൽ ഷക്കർ, അവൻ ഇസ്രയേലിൻ്റെ പയ്യൻ, താമസമിന ചുമതലയേക്കാൻ. 12 ആലയം പണിഞ്ഞാൽ പുരോഹിതന് മാർപ്പതക്കം ധരിപ്പിക്കുവാൻ മെഡിറ്ററേനിയൻ കടലിൽ ഒച്ചിനെ കൊണ്ട് മാർപ്പതക്കം റെഡിയാക്കി. മോൻ പുറപ്പാട് 30, 12, 13 എടുത്തേക്കണം. ഞാൻ എഴുതാൻ മറന്നുപോയി, എൻ്റെ പെൻഡ്രൈവ് ഇപ്പോൾ അത്ര ഓർമ്മയില്ല, അതുകൊണ്ട് മോൻ പറയുമ്പോൾ ഒന്ന് വായിച്ചു തരണം. സ്വോത്രം. അങ്ങനെയെങ്കിൽ നിൽക്കട്ടെ. 13ാമത്തെ സംഭവം ഇത് കഴിഞ്ഞ് 14 കേൾക്കണം. ഇന്ന് അവരൊരു ഫെസ്റ്റിവൽ നടക്കുന്നു, ഹനൂക്ക ഫെസ്റ്റിവൽ. ഇസ്രയേലിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ആലയത്തിൻ്റെ സമീപം ചുവന്ന പശുവിന് യാഗപീഠത്തെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇറക്കുന്നു. ഇനി ഒറ്റ കാര്യമുള്ളൂ, അവൻ മടങ്ങി വരണം. ആലയം. 11ാമത്തെ സംഭവം കേട്ടോ. കഴിഞ്ഞ കോവിഡ് കാലത്ത് ഇസ്രയേലിന്റെ പാളയത്തിനകത്ത് ഒരു സംഭവം നടന്നു. എന്താ? കാണിക്കയിടാൻ പൈസ ബെഞ്ചമിൻ നെതന്യാഹു അടിച്ച് ട്രഷറിയിൽ നിന്ന് വീട്ടുകളിൽ കൊണ്ട് കൊടുത്തു. 15ാമത്തെ സംഭവം വായിക്കാം. പുറപ്പാട് പുസ്തകം 30, 12, 13 എല്ലാവരും നോട്ട് ചെയ്തോ. ചിങ്ങവനത്തോ കുമ്പനാട്ടി എന്നാലൊന്നും ഇതൊന്നും പറയത്തില്ല. സ്വോത്രം. അവിടെ കാനാവിലെ കല്യാണം 25 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. സോ വെളിപ്പാട് എന്തുവെന്ന് പോലും അറിയത്തില്ല. സ്വോത്രം. വായിച്ചാട്ടെ, വായിക്കാം. പുറപ്പാട് 30, 12, 13 വായിച്ചാട്ടെ. ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താന്താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. അടുത്തത് എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അര ശേക്കേൽ കൊടുക്കണം.
കേൾക്കണം. എല്ലാവരും ഇവിടെ കേൾക്കണേ, വളരെ സാവധാനത്തിൽ. അതാ ഞാൻ പറഞ്ഞ ചിങ്ങമനത്ത് ബൈബിൾ ക്ലാസ് ഇരിക്കുന്ന പോലെ 1948 യഹൂദന് സ്വാതന്ത്ര്യം കിട്ടിയത്. 22 വർഷമായപ്പോൾ അവൻ ലോകത്തിലെ വലിയ പണക്കാരനായി. 70 ആയപ്പോൾ നമ്മുടെ 25 വയസ്സും 50 വയസ്സും വലിച്ചെറിഞ്ഞ പോലെ അരശേക്കൽ അവൻ മാറ്റിക്കളഞ്ഞു, വേണ്ട. പക്ഷേ 2020 ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ച് ഈ കൊയിനടിച്ച് തലയുടെ എണ്ണം വെച്ച് വീട്ടിനകത്ത് കൊണ്ട് കൊടുത്തു. അടുത്ത വാക്ക് വായിച്ചാട്ടെ, എല്ലാവരും കേട്ടാട്ടെ, അമേരിക്കക്കാരൻ കേട്ടോ. അടുത്ത വായിച്ചു. ശേക്കൽ എന്നത് 20 ഗേര. അടുത്തത് ആ അരശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. അടുത്ത വാക്ക് എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും 20 വയസ്സ് കുഞ്ഞുങ്ങളിടണ്ട. അടുത്തത് അതിനു മീതെയുള്ളവനുമെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. അപ്പൊ പണക്കാരൻ കൊണ്ടുവന്ന് $5000 ഇടരുത്, പാവപ്പെട്ടവ $1 ഇടരുത്. സ്വത്രം. അതുകൊണ്ട് ആ ബെഞ്ചമിൻ നെതന്യാഹു ഇത് അടിച്ചു കൊടുത്തത്. അതുകൂടെ വായിച്ചാട്ട് മോനെ. അടുത്തത് ഇവിടെ നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അരശേഖലിൽ അധികം കൊടുക്കരുത്. എലോൺ മസ്ക് കൊണ്ടുവന്ന 1000 ഇടരുത്, പാവപ്പെട്ട കൂലി തൊഴിലാളി ഒന്നും ഇടരുത്. അതുകൊണ്ടാ ഈ പരിപാടി. ദരിദ്രൻ കുറച്ച് കൊടുക്കുകയും. അതുകൊണ്ട് അച്ചായ 2020 ബെഞ്ചമിൻ നെതന്യാഹു നമ്മുടെ സെൻസസ് എടുക്കുന്ന പോലെ തല എണ്ണി ട്രഷറിയിൽ നിന്ന് വീട്ടിൽ നാണയം കൊടുത്തേക്കോ. പള്ളി തുറന്നാൽ കാണിക്കയിടാൻ. മനസ്സിലാകുന്നവർക്കായി ക്ലിയറായോ? യഹൂദന്റെ ആലയം വരാൻ പോകുക. ഒന്നാമത്തെ സംഭവം. 15 കാര്യം കഴിഞ്ഞു. 17 ഒക്ടോബർ 7 തീയതി ഇസ്രയേലിന് നേരെ ആക്രമണം നടന്നപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വി ആർ അറ്റ് വാർ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പൻ ആരോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല, അമ്മയുടെ പേര് പാസ്പോർട്ടിൽ യഹൂദ സ്ത്രീ ഉണ്ടെങ്കിൽ അവർക്ക് മടങ്ങി വരാം. രണ്ടാമത്തെ പ്രവചനം കായ്ക്ക് ഞാൻ പറയുമ്പോൾ, ഇന്ന് ഇസ്രയേലിൻ്റെ എയർപോർട്ടുണ്ട്, ടെൽ അവീവ് എയർപോർട്ട്. അവിടെ ഒരു യൂണിയൻ കൂടിയിട്ടുണ്ട്, നമ്മുടെ കൺവെൻഷൻ കമ്മിറ്റിക്കാരിരിക്കുന്നല്ലോ, അതിൻ്റെ പേരാ റോഷ് ഹോസന്ന ഗ്രൂപ്പ്. മനസ്സിലാകുന്നവർക്കായി. അതിനുശേഷം ഇവിടുത്തെ കേരള ഗവൺമെൻറ് നമ്മുടെ വാസവൻ ചേട്ടൻ പാമ്പാടി ലൈപ്പസിന് വീട് പണിയുന്നത് പോലെ ദാവീദും ഗോലിയാത്തും ഏറ്റുപറ്റിയ ഒരു താഴ്വരയുണ്ട്. അതിനെ ഇന്ന് ഇസ്രയേൽ വിളിച്ചിരിക്കുന്ന ഏലാത്ത് താഴ്വര, ഏലാത്ത് വാലി. മടങ്ങി വരുന്നവർക്ക് ബ്രിഡ്ജും കടക്കായിട്ട് അവിടെ കൊടുക്കാം. സകല യഹൂദനും മടങ്ങി വരാം. അമേരിക്കന്ന് ടൺ കണക്കിന് യഹൂദന്മാർ പോയി. കഴിഞ്ഞ ദിവസം കൊച്ചി മട്ടാഞ്ചേരി പെന്തക്കോസ് ഐക്യ കൺവെൻഷന് ഞാൻ പ്രസംഗിച്ച് അവിടെ ഒരു അച്ചായൻ പറഞ്ഞു ഇനി ബാബുച്ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ആ വീട് അച്ചായൻ എടുത്തോണം പോവാന്നേ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അപ്പം പറയാം പൂട്ടിക്കൊണ്ടേ പോകും, നമ്മളെക്കാളും ബുദ്ധിയുള്ളവനാന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇനി മട്ടാഞ്ചേരി ബാബുച്ചേട്ടനേ ഉള്ളു, മണിപ്പൂരിൽ നിന്നെല്ലാം പോയി. ആമോസ് 9:9 അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ യഹൂദന്റെ സകല ജാതികളുടെ ഇടയിൽ നിന്ന് അരിക്ക് ഒരു മണി പോലെ ശേഷിപ്പാതെ ഞാൻ അവനെ മടക്കിക്കൊണ്ടുവരും. എന്തിനാ ഇന്ന് രാത്രി നീലംപേരൂര്? 1 ഒരു ലോകമഹായുദ്ധം, 2 അവന്റെ ആലയം. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ മിസ്റ്റർ നെതന്യാഹു പറഞ്ഞ രണ്ടാമത്തെ കാര്യം വായിക്കാം. എസെക്കേൽ പ്രവചനം 36:24. എല്ലാവരും ബൈബിൾ എടുക്കണം, എല്ലാം പ്രവചനം. എസെക്കേൽ 36:24. കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. എസെക്കേൽ 36:24 വായിച്ച് സഹായിക്കാം. ഞാൻ നിങ്ങളുടെ ജാതിയുടെ ഇടയിൽ നിന്ന് കൂട്ടി. ഞാൻ നിങ്ങളെ ദാണ്ട ഈ ഒക്ടോബർ 7 ഹമാസ് അടിച്ചപ്പോൾ ഞാൻ എല്ലാവരും തിരിച്ചു വിളിക്കാം. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി. സകല ദേശങ്ങളിൽ നിന്നും, മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ, കോങ്കോ, എല്ലായിടത്തും, കാനഡയിലെ ടൊറന്റോ, എല്ലാത്തിനെയും കൊണ്ടുപോവാ. അടുത്തത് ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. കരമുയർത്തുന്നവർക്കായി ഇതാ കിടക്കുന്ന. ഇതാ ഇസ്രയേലിലെ പ്രധാനമന്ത്രി പറഞ്ഞ് എല്ലാവർക്കും മടങ്ങി വരാം. ഇന്ന് രാത്രി നീലംപേരൂരിനോട് നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അതിനാസ്പദമായി ബാക്കിയൂടെ കേട്ടോ. അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ജനുവരി അധികാരമേക്കാൻ പോവാ. വന്നുടനെ ഒരു കാര്യം പറഞ്ഞു. എന്താ? ലെബനോനിലെ ഹിസ്ബുള്ളയോട് പറഞ്ഞു മര്യാദയ്ക്ക് എന്നില്ല, ഇപ്പം നമ്മൾ അത്തം തുടങ്ങിയതേ ഉള്ളു, തിരുവോണക്കളി വരുന്നെന്ന്. സ്വോത്രം. അതോടുകൂടി അവൻ ശരിയായി. കഴിഞ്ഞ ദിവസം ട്രംപ് ആരോട് പറഞ്ഞെന്നറിയാമോ? ഹമാസിനോട് പറഞ്ഞത്, ഞാൻ ജനുവരി 1 തീയതി വരിക, അപ്പം നമുക്ക് തെക്കേക്കാവും വടക്കേക്കാവും തൃശ്ശൂർ പൂരം കാണാം, മര്യാദയ്ക്ക് പിടിച്ചുകൊണ്ട് പോയവരെ വിട്ടുകൊടുക്കണം. അങ്ങനെയെങ്കിൽ ഇതൊരു 3-ാം ലോക മഹായുദ്ധമാകത്തില്ല. അതിൻ്റെ പേര് താൽക്കാലിക സമാധാനം ട്രംപിനെ കൊണ്ടുണ്ടാക്കും. ഇരമ്യ പ്രവചനം 6:14. ട്രംപ് വരുന്നതിൻ്റെ പിമ്പിൽ ആലയം യഹൂദന്റെ മടങ്ങിച്ചേരക്കം. വായിക്കാം. ഇരമ്യ പ്രവചനം 6:14. കുഞ്ഞു വായിച്ചട്ടെ. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് അവർ പറഞ്ഞു. ഇപ്പോഴും ഇസ്രായേലിനോട് എല്ലാവരും പറയുന്നത് കോടി താത്തുപോയി സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. അതാ ഇപ്പൊ ഹിസ്ബുള്ള വെടി നിർത്തിയത്. ഹമാസും നിർത്തും. ട്രംപ് വരുമ്പോൾ താൽക്കാലിക സമാധാനം കിട്ടുമെങ്കിൽ വരാൻ പോകുന്ന അന്തിമ യുദ്ധവും ദേവാലയം
ഇന്ന് രാത്രി യഹൂദൻ ഒരു ദേവാലയം വരും. ഇത് കേട്ടോണേ. ദാണ്ട് അബുദാബിയിൽ നമ്മുടെ പോപ്പ് അബുദാബി വന്ന് രാജകീയ ഊഷ്മളം എല്ലാവരും കേട്ടാട്ട് ഇത് കണ്ടാട്ട് ലൈവ് കൊടുക്കണം. അവിടെ വന്നിട്ട് പറഞ്ഞെന്തോ നമ്മളെല്ലാം അവറാച്ചാൻ്റെ മക്കളാണ്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇതിന് ഇംഗ്ലീഷ് വിളിക്കുന്ന അബ്രഹാം അക്കോഡ്. ഇതെല്ലാം ട്രംപിൻ്റെ പദ്ധതിയായിരുന്നു. ദാണ്ട ദുബായിയായിട്ടും കരാറൊപ്പിട്ടു, ബഹറിലുമായിട്ടും കരാറൊപ്പിട്ടു. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അബുദാബിയിലോ ദുബായിലോ ഉണ്ട്, ലൈവ് കൊടുക്കണം. അബുദാബിയിൽ 3 ദേവാലയം. 1 യഹൂദൻ്റെ സിനഗോഗ്, 2 ക്രൈസ്തവരുടെ ആലയം, 3 ഇസ്ലാമിൻ്റെ ആലയം. ഒരു കോമ്പൗണ്ടിലെങ്കിൽ എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ വഴികാട്ടിയെങ്കിൽ താമസമിന ആന്റി ക്രൈസ്റ്റ് വന്നാൽ വെള്ളക്കുതിരയുടെ സമാധാനത്തിൻ്റെ പുറമോടിയോടുകൂടെ ഒരു ദേവാലയം അവിടെ പണിയും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ നീലമ്പേരൂരിൽ പറയണം, 2 ദേവാലയം ഇവിടെ ഉണ്ടാകത്തില്ല. 1 സമാഗമന കൂടാരം, 2 ശലോമോന്റെ ആലയം, 3 കോരസിനാൽ അടുക്ക് പണിഞ്ഞ ആലയം, 4 ഹേരോദാവ് മിനുക്കിയത് തകർന്നെങ്കിൽ അച്ചായ അമ്മമ്മേ ഇന്നൊരു ദേവാലയം ഇവിടെയുണ്ട്. ഏതാ ദേവാലയം? പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ട്രംപ്, മെലോൺ മസ്ക്, ബെഞ്ചമിൻ നെതന്യാഹു ഒരാലയത്തിന് പദ്ധതി വെക്കുമ്പോൾ താമസമിനോ അതവിടെ ഉയരുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇനി അടുത്ത കാര്യം, ഈ ആലയത്തിനകത്ത് ആലയത്തിനകത്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം കൊണ്ടുവരും. സോഫിയ റോബോട്ടിൻ്റെ ചേർത്തിയെ വെക്കുക. വായിക്കാം ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇതാ കിടക്കുന്ന ആലയം പണിയും ദൈവസഭ എടുക്കപ്പെട്ടാൽ. വായിക്കാം ദാനിയേൽ 12:11. കുഞ്ഞു വായിച്ച് സഹായിച്ചേട്ടെ. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും. ഇന്ന് യഹൂദൻ ആലയമില്ല, നോ സിനഗോഗ്, അവർക്ക് ചെറിയ പാർട്ടീഷൻ മാത്രം. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും. സോഫിയയുടെ റോബോട്ട് അവളുടെ മ്ലേച്ഛബിംബത്തെ റോബോട്ടിനെ അവിടെ കൊണ്ടുവെക്കുക. അടുത്ത വാക്ക്, ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചൊല്ലും. ദൈവസഭ എടുക്കപ്പെട്ടാൽ യഹൂദന്റെ ഒരു വർഷം 360. അതാ കുഞ്ഞ് വായിച്ച 3.5 വർഷം 1290 ദിവസം ദൈവാലയത്തിൽ അവൻ പടിഞ്ഞതിന് ശേഷം റോബോട്ടിനെ കൊണ്ടുവെക്കാൻ പോകുന്ന. അടുത്ത വാക്ക് വായിക്കാം. 1335 ദിവസത്തോളം കാത്തു ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. കിടക്കുന്ന ഇതിനെ വണങ്ങാതെ ജീവിക്കുന്നവൻ ഭാഗ്യവാൻ. ഇനി അടുത്ത കാര്യം, ഈ ദൈവാലയത്തിൽ ഇരുന്ന് ഇന്ന് 5G വരുന്ന 9G പുറകെ വരുന്നുണ്ട്. ഞാൻ തുരുത്തി വരുമ്പോൾ കുറിച്ച് വരും പ്രസംഗിക്കാൻ 9G എന്താന്ന്. അങ്ങനെയെങ്കിൽ ഇവൻ ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കും. വായിക്കാൻ 2 തെസ്സലോനിക്ക് 2-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. ഈ റോബോട്ട് ദൈവാലയത്തിൽ ഇരുന്ന് സംസാരിക്കുമെന്ന് വായിച്ചാട്ടെ. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള എന്നെ ആരാധിക്കണോന്ന്. അടുത്ത വാക്ക് വായിക്കാം. സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. മതി കുഞ്ഞ്, യേശു കാൽവറിയിൽ തന്നെത്താൻ താഴ്ത്തിക്കൊടുത്തു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. മനസ്സിലാകുന്നവർക്കായി ആന്റി ക്രൈസ്റ്റ് എതിരാളി, തന്നെത്താൻ ഉയർത്തുന്നവൻ. ഇനിയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. പ്രസംഗത്തിന്റെ 1-ാമത്തെ കാതലായ ഭാഗം ഇതാ കേൾക്കണ്ടേ. ഈ റോബോട്ട് പറയും, നിന്നത്തെ സോഫിയ 5G സംസാരിക്കുന്ന പോലെ ഗൂഗിൾ കൊടുത്തിട്ട് പറയും, വരുന്നവരടുത്ത് വണങ്ങാൻ പറയും. യഹൂദൻ ഒരു കാലത്തും റോബോട്ടിനെ വണങ്ങത്തില്ല. അവന്റെ കയ്യിൽ മോശയുടെ ന്യായപ്രമാണം സീനായുടെ മടിത്തട്ടിൽ കൊണ്ടുപോയി സ്വർഗത്തിലെ ദൈവം മോശയെ കൊടുത്തു. എന്താ കൊടുത്ത? 750 കൽപ്പന, 750 പ്രമാണം, 10 കൽപ്പന. പുറപ്പാട് 20:4. മേലാകാശത്തിലും കീഴഭൂമിയിലും യാതൊന്നിൻ്റെയും വിഗ്രഹത്തെ വണങ്ങരുത്, ഉണ്ടാക്കരുത്. കരമുയർത്തുന്നവർക്കായി. പെന്തിക്കോസ്തുകാർക്ക് സന്തോഷമില്ലല്ലോ. സ്തോത്രം. മർത്തോമക്കാർ മാനസാന്തരപ്പെട്ടു. അവിടുത്തെ തിരുമേനിമാർ എവിടെ പോയി? പിന്നെ കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ കാണാൻ പോയി. നല്ല പട്ടത്തെ സഭയായിരുന്നു. കഴിഞ്ഞ ദിവസം പുല്ലാട് പ്രസംഗിച്ചപ്പോൾ ഒരു അച്ഛനോട് ഒരു കാശ് വല്ലതും തരാം, ഇവർക്കിട്ട് കൊടുത്തേക്കണേന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു, അല്ലേ തന്നെ നമ്മളെ സ്റ്റേജിൽ നിന്ന് റെഡി ആയിരിക്കുക. ഇനി മാതാവിൻ്റെ ഫോട്ടോയും കൂടെ ഭർത്താവന്മാർ വെക്കാറായി. എല്ലാം ശരിയാകും അമ്മാമ്മ. സ്വോത്രം. പ്രാർത്ഥിച്ചോണ്ടാൽ മതി. സ്വോത്രം. മനസ്സിലാകുന്നവർക്ക് ഇതെല്ലാം അന്ത്യകാലമാണ്. നിങ്ങൾ മനസ്സിലാക്കുക. ചരിത്രത്തിൽ ആദ്യമായിട്ട് മർത്തോമാ സഭ കത്തോലിക്കരുമായിട്ട് ചേർന്ന് എക്യൂമനിക്കൽ ചെയ്യുന്നു. പട്ടത്തെ സഭ. ഇതെല്ലാം ഇതിൻ്റെ പുറകെ. അപ്പം അത് പോയതിൻ്റെ പുറകെ ചാണ്ടിപ്പം പോയത്. ബാക്കി വേണ്ടത് ഞാനും കൊടുത്തിട്ടുണ്ട്. സ്വോത്രം. പുതുപ്പള്ളി വെച്ച്. സ്വോത്രം. അതിൻ്റെ ബാക്കി ജനുവരി 4 വീണ്ടും കൊണ്ട് പുതുപ്പള്ളി അയപ്പിച്ചു. സ്വോത്രം. അപ്പം ബാക്കി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി യഹൂദൻ ഒരിക്കലും ഏതിന് വിഗ്രഹത്തെ വണങ്ങത്തില്ല. നമ്പർ 1
ബാക്കി കൂടെ കേട്ടോണം. വരാൻ പോകുന്ന ആൻറ്റി ക്രൈസ്റ്റ്. നിങ്ങൾക്കറിയാം വിഗ്രഹത്തെ വണങ്ങുമോ? സ്വോത്രം. പണ്ട് മോശയ്ക്ക് സ്വോത്രം ഒരു 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 വിസ കിട്ടിയായിരുന്നു, മേളിലോട്ട് പോയി. അപ്പോൾ മേളിലോട്ട് പോയപ്പോൾ സഭ ആരെ ഏൽപ്പിച്ചു? അഗരോനെ ഏൽപ്പിച്ചു. പെന്തിക്കോസുകാരെല്ലാം കേട്ടാട്ട് അഗരോൻ്റെ ഉള്ളിൽ കാളക്കുട്ടിയായിരുന്നു. മോശ ദുബായ് വിസിറ്റ് വിസയിൽ പോയിട്ട് വന്നപ്പോൾ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്നവൻ കാളക്കുട്ടിയെ കിടന്ന് ഉമ്മ വെക്കുന്നു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ബൈബിളുണ്ടല്ലോ. അന്ന് രാത്രി സ്വർഗം മോശയോട് പറഞ്ഞു, കുഞ്ഞ്, ഈ ലേവ്യരുടെ പക്ഷത്തുള്ളവൻ, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. സ്വോത്രം. അന്ന് രാത്രി മോശയുടെ കൂടെ ഒരു ഭാഗം, അന്ന് രാത്രി ഒരു ഘോര യുദ്ധം പാളയത്തിൽ നടന്നു. അത് ആ പഴയ നിയമത്തിലെ ആരാധനയ്ക്ക് വേണ്ടി നടന്ന യുദ്ധം. എത്ര എണ്ണം പട്ടുപോയി? 3000 പേർ പട്ടുപോയി. സ്വോത്രം. പെന്തിക്കോസുകാരെ, പത്രോസിനെ ദൈവം വിളിച്ചു, ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ ഞാൻ സ്വർഗത്തിൽ കെട്ട്, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ ഞാൻ അഴിക്ക്. പെന്തക്കോസ് പെരുന്നാളിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് 2900 ഇറങ്ങിയില്ല, 3005 ഇറങ്ങിയില്ല. പഴയ നിയമത്തിൽ വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി 3000 പട്ടപ്പോൾ പുതിയ നിയമത്തിൽ ആത്മാവിൽ സത്യത്തിൽ ആരാധിപ്പാൻ 3000 പേരെ സ്വർഗം തെരഞ്ഞെടുത്തെങ്കിൽ ആ ദൈവസഭയെ ചേർക്കാന എൻ്റെ കാന്തൻ വരുന്നത്. ക്ലിയർ ആയിക്കോ? സ്വോത്രം. അതുകൊണ്ട് അടുത്ത വാക്ക്. പിന്നെ ആൻറ്റി ക്രൈസ്റ്റ് ആരാ? എല്ലാവരും കേട്ടോണം. ആൻറ്റി ക്രൈസ്റ്റ് ചിലർ പറയുന്നത് മോഡി സാറാന്ന്, ചിലർ പറയുന്നത് മാർപ്പാപ്പയാന്ന്. അങ്ങനൊന്നും പറയരുത്. ആൻറ്റി ക്രൈസ്റ്റ് സിറിയാക്കാരനാ. ഉൽപ്പത്തി 49:17 പറയാം, ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവും. ഈ സിറിയെന്ന് കത്തുന്നു. 12 ലക്ഷം പേരാ സിറിയെന്ന് ചാടിയത്. സിറിയയുടെ രാജാവ് ഓടിപ്പോയി. ആമോസ് 12 സിറിയയുടെ നേതാവ് ഓടിപ്പോകുമെന്ന്. ബാഷാർ അവൻ്റെ ഡോളറുമായിട്ട് റഷ്യയിൽ പോയി വെടിവെച്ച് കൊന്നുകളയും. അപ്പോൾ ഈ ബൊറിവേറ്റ സമൂഹത്തിൽ നിന്നാണ് വരുന്നത്. ഇനി ഇസ്രായേൽ സിറിയ ചരിത്രം. പണ്ട് ഇസ്രായേലിനകത്ത് പിന്നെ ആരെയാ? നമ്മുടെ ഈജിപ്തിനെ ആക്രമിച്ച ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു സിറിയയിൽ, അന്തിക്കോസ് എപ്പിഫാനോസ്. അവൻ ആക്രമണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇസ്രായേലിൽ കൂടെ വന്ന ഇസ്രായേലുകാർ ഒരു ഗ്ലാസ് പച്ചവെള്ളവും കൊടുത്തില്ല. അതിനാസ്പദമായി അവൻ തിരിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചു. അന്ന് യഹൂദന് വെറുക്കപ്പെട്ട ഒരു മൃഗമുണ്ട്, അതിൻ്റെ പേരാ പന്നി. ആ പന്നിയെ കൊണ്ട് യഹൂദൻ്റെ ദൈവാലയത്തിൽ കയറ്റി അവൻ്റെ നാവിനകത്ത് രക്തം കൊടുത്തെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആൻറ്റി ക്രൈസ്റ്റ് വെള്ളക്കുതിരയുടെ പുറമോടിയോടെ ദേവാലയം പണിയും. അതിനകത്ത് അവൻ പ്ലേറ്റിനെ മാറ്റും, വെറുക്കപ്പെട്ട പന്നിയുടെ അവിടെ ഇറക്കും. 2 റോബോട്ടിനെ അവിടെ കൊണ്ടുവരും. പന്നിയുടെ രക്തം ഒരിക്കലും യഹൂദൻ കൊള്ളത്തില്ല. അങ്ങനെയെങ്കിൽ ആ രക്തം യഹൂദൻ വായിക്കൊള്ളാതിരിക്കുമ്പോൾ അവൻ്റെ കഴുത്താരറക്കും? ഇന്നത്തെ IS കണ്ടോ? അഥവാ ഇന്ന് എതിർ ക്രിസ്തുവിൻ്റെ പട്ടാളമായി വിലസുന്നവർ വണങ്ങാത്തവരെ കഴുത്തറക്കുന്ന രാത്രി വരുന്നു. ബൈബിളിനകത്തുണ്ടോ? യേശു പറഞ്ഞു, ഞങ്ങളല്ല. വായിക്കാം. മത്തായി 24:15-16 വാക്യങ്ങൾ. മത്തായി 24:15-16 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, യഹൂദന്റെ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദിയയിലുള്ളവർ വായിച്ച കുഞ്ഞ്, അന്ന് യഹൂദിയുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ഇന്നത്തെ ഇസ്രായേൽ നിലവിളിച്ചോടുന്ന കാലം. യെരുശലേമേ, യെരുശലേമേ, ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ, കരമുയർത്തുന്നവർക്കായി, നിന്റെ മക്കളെ മറച്ചു കാക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. മനസ്സിലാകുന്നവർക്കായി 2 ബേസിക് ഇവിടെ. 1, ആലയം അവിടെ പണിയും, അതിനകത്ത് കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്ക്, ശോഭയുടെ മൂത്ത ചേച്ചി. എന്നാൽ ഇന്ന് രാത്രി ആ കമ്പ്യൂട്ടർ ദേവാലയത്തിൽ വരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി നമുക്കൊരു മുഖം കാണാം. ആദാ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് യേശു പോയതുപോലെ മടങ്ങി വരും. ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ വെക്കുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം കാണും. 2ാമത്തെ ഭാഗം ശ്രദ്ധയോടെ പറഞ്ഞു തരാം. എതിർ ക്രിസ്തു വരും വെള്ളക്കുതിരയുടെ പുറമോടി. പിന്നെ ആരെ കൊണ്ടുവരും? ഇന്ന് പിന്നെ പന്നിയെ കൊണ്ടുവരും. പന്നിയുടെ രക്തം യഹൂദന്റെ വായ്ക്കകത്തോട്ട് ഒഴിക്കും. യഹൂദൻ അത് കൊള്ളത്തില്ല. അന്ന് എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ സിറിയയിലും മൊസൂളിലും തലയറത്തതുപോലെ യഹൂദന്റെ തലയറക്ക്. അച്ചായ രക്തസാക്ഷികളുടെ പേരാ പീഡാകാല രക്തസാക്ഷികൾ. കരമുയർത്തുന്നവർക്ക് സഭയെടുക്കപ്പെട്ട. എന്നാൽ ആ രക്തം ISന്റെ തീവ്രവാദികൾ
കാലുകൾ അവിടെ അറത്ത് രക്തം വീഴുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് വാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കളെനിക്ക് ചുറ്റും ഓരിയിട്ടു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവണ്ണയും തന്നു, എൻ്റെ മുഖരോമങ്ങളെല്ലാം പിച്ചി ചീന്തി ഒരു പടയാളി ഓ ഹല്ലേലൂയ കുന്തമെടുത്തു. യേശു പറഞ്ഞു സകലത് നിവർത്തിയായി എൻ്റെ നാഥൻ്റെ ചങ്കിനകത്ത് കുത്തി 5 ലിറ്റർ രക്തവും വെള്ളവും ഒഴിക്കെങ്കിൽ യഹൂദൻ്റെ ആലയത്തിനകത്ത് പന്നിയുടെ രക്തം വീഴുന്നതിന് മുമ്പ് യേശുവിൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. നീലം പേരൂർ കാലം സമീപ, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാലമായി. നീലംപേരൂരെ മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1 കാലില്ല, 1.5 ഇല്ല, 2 ഇല്ല, ഏകനാമം യേശുവിൻ്റെ നാമം. പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട, നെഞ്ചത്ത് കൈവച്ച് നാര് യേശു എൻ്റെ രക്ഷകൻ, അവൻ എൻ്റെ കർത്താവ്, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റു പറയുകയും ചെയ്താൽ നിന്റെ പേര് രക്ഷിക്കപ്പെട്ടവൻ. സ്വോത്രം. അവനെ ചേർക്കാൻ, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ വരാറായി. 3 വാക്യം കൂടെ കഴിയുമ്പോൾ അവസാനിക്കും. സമയം എൻ്റെ മുൻപിലുണ്ട്, കൃത്യസമയത്ത് അവസാനിപ്പിക്കാം. കാസർഗോഡ് ഒരു സ്ഥലമുണ്ട്, സ്ഥലത്തിൻ്റെ പേരാ കരിവേടകം. അതിനോട് ചേർന്നൊരു സ്ഥലമുണ്ട്, അതാണ് ശരത് ലാലിനെ കൃപേഷയെ തട്ടിക്കളഞ്ഞ സ്ഥലം, പെരിയ. അങ്ങനെ ഒരു സ്ഥലം കേട്ടിട്ടുണ്ടോ? കാസർഗോഡ് ആരെങ്കിലും പോയിട്ടുണ്ടോ? എവിടെ പോകാൻ? സ്വോത്രം. കരിവേടകം, ബന്തെടുക്ക, നീലേശ്വർ, ഉപ്പള, പാണത്തൂര്. സന്തോഷമില്ലല്ലോ. സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ഒരു പെരുമ്പാവൂരിന് അപ്പുറം പോകത്തില്ല, അപ്പുറത്ത് പോയാൽ കവറ് കുറവാണ്. സ്വോത്രം. അവർ പോകത്തില്ല. കാസർഗോഡ് നിന്ന് പോകുമ്പോൾ വരുമ്പോൾ അച്ചായ എനിക്ക് നെഞ്ചിരിച്ചിരി വേദനയാണ്. നെഞ്ചുവേദനയല്ല, പോയാൽ കവർ കുറവാണ്. സ്വോത്രം. ആളുമില്ല. ഞങ്ങൾക്ക് 6000 പേര് ഡൽഹിക്കാർ പെങ്കൊച്ചും ഇതൊക്കെ ഉണ്ടെങ്കിലേ ഞങ്ങളുടെ ഉപദേശിമാർ വരും. നിന്നെ എല്ലാം 2025 കർത്താവ് തീർക്കും. സ്വോത്രം. പുതിയ പിള്ളേരെ കർത്താവ് രംഗത്തെടുത്തിക്കൊണ്ടിരിക്കുക. മോശ പോയാൽ യോശുവ. സ്വോത്രം. സ്റ്റാൻഡേർഡുമായിട്ട് നിന്ന് കാസർഗോഡ് ഞാൻ അവിടുത്തെ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞൊരു യോഗം വെക്കണമെന്ന്. അവിടേക്ക് ശരത് ലാലിനെയും കൃപേഷനെയും തട്ടിയ സ്ഥലം കൊടുക്കത്തില്ല. അന്ന് അവിടുത്തെ SP അവർക്ക് പെർമിഷൻ കൊടുക്കത്തില്ല. സ്വർജൻ കുമാർ സാർ റേഞ്ച് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് സെക്രട്ടറി ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു യോഗത്തിന് വേണ്ടി പെർമിഷൻ കൊടുക്കാൻ സാറിനോടൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ സെക്രട്ടറി പറഞ്ഞ ആ പേപ്പറെല്ലാം ഞാൻ അയച്ചേരം ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കാമെന്ന്. അവിടെ യോഗം കിട്ടി. നല്ല യോഗമായിരുന്നു. 1-ാം ദിവസം ഒരു കുഞ്ഞ് സ്റ്റേജ്, പൈസ ഇല്ലാത്ത പാവപ്പെട്ട പിള്ളേർ, ജോശാനും കേൾക്കണം. സ്വോത്രം. ഞാനുണ്ട്, ഒരു പാസ്റ്റുണ്ട്, ഒരു കീബോർഡുണ്ട്, പാടുന്ന മോനുണ്ട്, 4 പേര്. സന്തുഷ്ട കുടുംബം. യോശുവ പറഞ്ഞോളൂ. സ്വോത്രം. എന്നുവെച്ചാൽ സ്റ്റേജ് ഇടാൻ കാശില്ല. സ്വോത്രം. ആകെ വേറെ ഒന്നുമില്ല. 200 പേര് വരുമെന്ന് അവർ പറഞ്ഞ് കസേര എടുത്ത്. കൃപയാൽ ഞാൻ ഈ CSIയിലെ മർത്തോമായിൽ പ്രസംഗിക്കുന്നുണ്ട്. അവരോട് വന്ന് സന്തോഷമില്ല. നാളെ കല്ലട മർത്തോമപ്പള്ളി കർത്താവിൻ്റെ വരവ് പ്രസംഗിക്കുക. സ്വോത്രം. അച്ഛൻ ഇന്നലെ എന്നോട് പറഞ്ഞ് അബ്രഹാം മലയിൽ പോയി പറയരുത്, വെളിപ്പാട് പറയാനാണ് വിളിക്കുന്നത്. സ്വോത്രം. 7:15 ടൈം, 9:15 വരെ. സന്തോഷമില്ലല്ലോ. പെന്തിക്കോസുകാർ നോക്കിയിരി പ്രാർത്ഥിയിരി. സ്വോത്രം. ലൈവിൻ്റെ ലിങ്ക് വേണേൽ നാളെ ഇട്ട് തരാം. സ്വോത്രം. കേൾക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. സ്വോത്രം. അപ്പോൾ 2-ാം ദിവസവും ആൾ കൂടി, പായൊക്കെ ഇട്ട് കൊടുത്ത് സാമ്പത്തികമില്ല. 3-ാം ദിവസം രാത്രി മംഗളയുടെ ടിക്കറ്റാണ് എനിക്ക്. ഞാൻ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മോനെ ഞാൻ ബാഗുമായിട്ടാണ് സ്റ്റേജിൽ കയറി. യോഗം കഴിയുമ്പോൾ പ്രസംഗിച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പ്രസംഗിച്ച് ഉടുപ്പ് മാറും, എങ്ങനെയെങ്കിലും എന്നെ നീലേശ്വരത്ത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടണം. അപ്പോൾ അവരെന്നോടൊരു പാസ്റ്റർ ഞങ്ങളുടെ കാറൊന്നുമില്ല, ബൈക്കിലിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു സൈക്കിളായാലും വേണ്ടിയല്ല, കുഴപ്പമില്ലെന്ന്. സ്വോത്രം. അതുപോലും രക്ഷയില്ല. യോഗം കഴിഞ്ഞ് ഞാൻ ഉടുപ്പ് മാറാൻ നമ്മുടെ വീടിനകത്ത് അന്ന് ഒരു മരച്ചീനയുടെ കൂട്ടാണ്, അവിടെ ഉടുപ്പ് മാറാൻ വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കെട്ടിപ്പിടിച്ച് എന്നോട് ഞാൻ മരിക്കാൻ പോവാന്ന്. അവന് പാസ്റ്റെന്ന് വിളിക്കാനും അറിയത്തില്ല. അവൻ പറയാം ഞാൻ മരിക്കാൻ പോവാന്ന്, എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവം. ഞാൻ ചോദിച്ചു, കുഞ്ഞെ എന്തോ കാര്യം, നീ ആരാ? അപ്പോൾ അവൻ എന്നോട് കഴിഞ്ഞ 2 ദിവസമായി ഞാൻ എൻ്റെ വീട്ടിനകത്ത് പ്രസംഗം കേൾക്കുക. ഞാൻ ഇന്നാരും കാണാതെ സ്റ്റേജിൻ്റെ പുറകെ വന്നിരിക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് ഗ്രൗണ്ടിൽ ഇരുന്നൂടെ എന്ന്. അപ്പോൾ അവൻ പറയാം ഞാൻ പുറത്തിറങ്ങി എന്നെ കൊല്ലുമെന്ന്. അവൻ എന്നോട് പറയുക, പെരിയ കൂട്ടക്കൊലപാതക കേസ് വഴി കാണിച്ച് അവനാ ജാമ്യം കിട്ടിയിരിക്കുക. സ്വോത്രം. ഇറങ്ങിയാൽ മറ്റുള്ളവർ തട്ടും. അവന് 2 ദിവസം പ്രസംഗം കേട്ടിട്ട് അവന് രക്ഷയില്ല. അവൻ പറയാം ഞാൻ മരിക്കുമെന്ന്. ഞാൻ അവിടുത്തെ ദൈവദാസന് 2 പേരെയും വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ നീ മരിക്കേണ്ട കാര്യമില്ല, നിനക്ക് പകരമായി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ ഒരുവൻ പരമയാഗമായി. അവൻ ഇനി വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. തലേ കൈവച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരു ബൈബിളും കൊടുത്തു.
ബുധനാഴ്ച, തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ച വണ്ടി കയറി. ഞായറാഴ്ച 12:30 ആയപ്പോൾ അവിടുത്തെ ദൈവദാസം വിളിച്ചു. 1000 കിട്ടിയില്ല പാസ്റ്ററെ. പെരിയ കൂട്ടക്കൊലപാതക കേസ് വഴികാട്ടിയവൻ, ഒരു കള്ളിമുണ്ട് ബൈബിളുമായിട്ട് സഭയിലിരുന്ന് അവനൊന്നും അറിയത്തില്ല കൈ ഉയർത്തുന്നത്. ഇന്ന് രാത്രി ഇതാ സുവിശേഷ പ്രസംഗം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമോ എന്നാൽ രക്ഷിക്കപ്പെട്ട നമുക്കോ അത് ദൈവശക്തിയാ. വചനം പ്രസംഗിക്കുമ്പോൾ നിന്റെ പാപം കടും ചുവപ്പായാലും അതിൽ നിന്ന് ഹിമം പോലെ വെളുപ്പിച്ചു കൊണ്ടുവരുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ. ഇന്ന് രാത്രി പെരിയ കൊലക്കേസിൽ ശരത്ലാലിനും കൃപേശനും വഴി കാണിച്ചവൻ ഇന്ന് ദൈവസഭയ്ക്കകത്തിരുന്ന് കരമുയർത്തുന്നു. ഇതാ ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രൂശിന്റെ സന്ദേശം. പാപിയെ മടക്കി വരുത്തി, മദ്യപാനിയെ മടക്കി വരുത്തി, ജീവിതം തകർന്നവനെ മടക്കി വരുത്തി, നിത്യതയിലേക്ക് മടക്കി കൊണ്ടുവരുന്ന സുവിശേഷമാ. 2024 നീലംപേരൂർ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിന് ഈ 2024 ഞങ്ങൾ ഉയർത്തുന്നു. അതെത്രയോ സുവിശേഷം. 2 ബേസ് കാര്യം കഴിഞ്ഞ് 2 കൂടെ പറയും. ആലയത്തിനകത്ത് മൃഗത്തിന്റെ പ്രതിമ വരും. ആ പ്രതിമ വരുന്നതിന് മുമ്പ് നാഥൻ വരും. അത് കഴിഞ്ഞ് പന്നിയുടെ രക്തം വായിൽ കൊള്ളാകത്തെ യഹൂദന്റെ തലയിറക്കും. അതിനു മുമ്പ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. അതുകൊണ്ട് യേശു പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തുന്നവർക്ക്. എന്നാൽ ഇന്ന് രാത്രി നീലംപേരൂർ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയുടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. എലോൺ മസ്ക്, ട്രംപ് ഇവരെല്ലാം ഒരുമിക്കുന്നു. വരാൻ പോന്നു മൈക്രോചിപ്പ്. 3 ഭാഗം കൂടെ പറയുമ്പോൾ അവസാനിക്കും. എന്താ? RNM, ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ഇത് കേട്ടോണ്ട് എഴുന്നേക്കാവും. ഇതുവരെ കേൾക്കാത്ത സംഭവം ഇന്നിവിടെ പറഞ്ഞുതരാം. വായിക്കാം. വെളിപ്പാട് 13, 16, 17, 18. കുഞ്ഞു വായിച്ചേട്ടെ. വായിക്കാം. വെളിപ്പാട് 13, 16, 17, 18 വാക്യങ്ങൾ. മോനൊന്ന് വായിച്ചേട്ടെ. അത് ചെറിയവരും വലിയവരും, അന്ന് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും, ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ്, നെറ്റിമേലോ മുദ്ര കിട്ടുമാറ്, മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. കുഞ്ഞവിടെ നിർത്തണേ, ഓടിപ്പോകരുത്. കണ്ടോ? കൈമേലും നെറ്റിമേലും. അതിനാസ്പദമായി ഈ കയ്യും നെറ്റി എവിടെ വന്ന് 2009 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് മൈക്രോചിപ്പിന്റെ ആദ്യ വഴി, അതിന്റെ പേരാ വഴിയാധാരമായ ആധാർ. വന്നപ്പോൾ പറഞ്ഞ് വേണമെങ്കിൽ എടുത്താൽ മതിയെന്ന്. സ്വോത്രം. ഇന്ന് ഇന്ത്യ ആധാർ, ദുബായ് എമിറേറ്റ്സ് ഐഡന്റിറ്റി, അമേരിക്കൻ ഐഡന്റിറ്റി, ആസ്ട്രേലിയൻ ഐഡന്റിറ്റി. ഇതാ കിടക്കുന്ന നമ്പർ. അതിനാത്മതമായി നമ്മുടെ കൈയുടെ ഫിംഗർ പ്രിന്റ് കൊണ്ട് ആധാർ എടുക്കാൻ ചെന്നപ്പോൾ 2 കുഞ്ഞമ്മാമ ക്യാമറയുടെ മുമ്പ് ഇരുന്നപ്പോൾ നെറ്റിയും പിടിച്ചുകൊണ്ടുപോയി. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. കണ്ണടയ്ക്കൂ, കണ്ണു തുറക്കൂ. സ്വോത്രം. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, കോവിഡിന്റെ മറവിൽ ഇവിടെ നീലംപേരൂർ ചർച്ചടച്ച് കിടന്നപ്പോൾ നിങ്ങൾ ചെല്ലുമ്പോൾ ഏതാ ഇൻഫ്രാറെഡ് മീറ്റർ കൈമേലും നെറ്റിമേലും. അതാ 1. അത് കഴിഞ്ഞ് ഇത് ഏൽക്കാത്തവർക്ക് വാങ്ങുവാനും വിൽക്കുവാനും. കേരളത്തിൽ 36,000 കോവിഡ് കേസ് വന്നപ്പോൾ സഹോദരി വീണ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്. 2 ഡോസ് എടുത്തവർക്ക് കടയിൽ കയറാം, 2 ഡോസ് എടുത്തവർക്ക് പിന്നെ സൂപ്പർ മാർക്കറ്റിലും ബാങ്കിൽ കയറാം. ചിലർ സ്റ്റിക്കർ ഒട്ടിച്ചു. അന്ന് മുഖ്യമന്ത്രി തിരുത്തി. അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്ത് ഒരാളുണ്ട്, ജോൺ ബ്രിട്ടാസ് പറഞ്ഞു, സാറ് ചേച്ചി പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു, ചൂട് നോക്കി ആർക്കും എവിടെയും കയറാം. മനസ്സിലാകുന്നവർക്കായി. ഇതൊക്കെ കാണണം അമ്മ വരാൻ പോകുന്ന ചിപ്പിന്റെ കാര്യം. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 3 അക്കം ഉലകത്തിൽ 666. വായിക്കാം. അടുത്ത വാക്ക് വായിച്ചോട്ടെ. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. ആ സംഖ്യ അതൊരു മനുഷ്യന്റെ സംഖ്യ അത്രേ. ആ സംഖ്യ അതിന്റെ സംഖ്യ 666. കിടക്കുന്ന 666. സ്വർഗത്തിന് 3 ഘടകം. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, ഇപ്പോൾ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. 3 കാര്യം സാത്താൻ. 1 സാത്താൻ, 2 മൃഗം, 3 കള്ളപ്രവാചകൻ. ഇവരുടെ 3 പേരെയും കൂടെ നമ്പർ അടിക്കുക, ട്രാൻസാക്ഷൻ നടക്കത്തില്ല. ഇനി ബാക്കി കൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിലല്ലേ കാർഡുണ്ട്, ഇരുന്ന് ഫോൺ പേ ചാർജ് ചെയ്യുമ്പം അവർക്ക് ഈ കാർഡ് നമ്പർ അറിയാം ചിന്നമ്മാമേ. എന്നാലും ലാസ്റ്റ് ചോദിക്കും 3 അക്കം ടൈപ്പ് ചെയ്യാൻ. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. അത് അടിച്ചിട്ട് OTP വരും, 1 ടൈം പാസ്വേഡ്.
അയ്യോ, നിങ്ങൾ TPM-കാരേക്കാളും നല്ല ആൾക്കാരാണ്. ഫോൺ പേയും ചാർജ് ചെയ്യത്തില്ല, കാർഡുമില്ല. സ്വോത്രം. ഓൺ ടൈം പാസ്വേഡ് അത് ഞെക്കിയെങ്കിലേ ട്രാൻസാക്ഷൻ നടക്കൂ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ 666 3 ട്രാൻസാക്ഷൻ നടക്കൂ. ഇനിയുള്ള കാര്യം പോകാൻ പോകുന്ന എലോൺ മസ്കിലേക്കാ, അല്ല മൈക്രോ ചിപ്പിൻ്റെ കാര്യം അവിടെ നിൽക്കാൻ പോവാ. നമ്പർ 1 ആദ്യം വന്നു വഴിയാധാരമായ ആധാർ. പറഞ്ഞില്ലേ സ്വോത്രം? ദാണ്ട് വന്നപ്പോൾ എല്ലാവരുടെ ഇൻഫോസിസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് സകല എല്ലാത്തിനും ഒറ്റ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ജനിച്ചാൽ കുടിച്ചാൽ മരിച്ചാൽ റേഷൻ സബ്സിഡി ആധാർ. 1 ആധാർ. 2013 ATM-നകത്ത് മൈക്രോ ചിപ്പ് വന്നു. ആധാറൊക്കെ മാറുക. ഇതാ നടക്കുന്നു. ഇതാ നാനോ, സിലിക്കോൺ, DNA ഈ ചിപ്പുകൾ ഇതിനകത്ത്. 2015 ആനയുടെ വാലിൽ ചിപ്പ് വന്നു. എന്താ? നീലമ്പേരൂർ ആന എഴുന്നള്ളിക്കാൻ വരുമ്പോൾ ആദ്യം ഇവിടുത്തെ SHO അമ്പലക്കാരോടും ചോദിക്കും, അതുപോലെ കമ്മിറ്റിക്കാരും പാപ്പാനോടും ചോദിക്കും, ആനയെ മൃഗഡോക്ടർ സർട്ടിഫൈ ചെയ്ത പേപ്പർ ഉണ്ടോന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ കയറ്റത്തില്ല. ഒരാനയുടെ പ്രത്യേകത, അതിൻ്റെ വാലിൽ മൈക്രോ ചിപ്പ് കൊടുത്താൽ സ്മാർട്ട് കോഡ് വഴി നോക്കിയാൽ മതപ്പാടുണ്ടോയെന്നറിയാം. അങ്ങനെയുള്ള ആനയെ കൊണ്ടുവരത്തോള്. അപ്പം ആനയുടെ തൂക്കം എത്ര? നീലമ്പേരൂർ എല്ലാവരും കേട്ടാട്ട് മുഴുത്താന 4000 മുതൽ 5000 വരെ. ആനയെ നടത്തുന്നവരാരാ? ചിങ്ങവനംകാരൻ പാപ്പച്ചൻ ചേട്ടൻ. 45 കിലോ ചുള്ളിവടി. ലെഫ്റ്റ് റൈറ്റ്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് പെന്തിക്കോസുകാരോട് പറഞ്ഞതല്ല, കൊരങ്ങൻ പരിണമിച്ചതല്ല മനുഷ്യൻ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അതിശയവും ഭയങ്കരവുമായി. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. 4500 കിലോ ഉള്ള ആനയെ ലെഫ്റ്റ് റൈറ്റ്, അതിൻ്റെ ഇടയ്ക്ക് 2 ഇൻസുലിൻ, അതിൻ്റെ ഇടയ്ക്ക് ബ്രാൻഡി അടിക്കുന്ന പാപ്പച്ചൻ ലെഫ്റ്റ് റൈറ്റ് നടത്തുന്നെങ്കിൽ ദൈവം അതിശയവും ഭയങ്കരവുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. അടക്കി വാഴുക. ക്ലിയർ ആയില്ലയോ? സ്വോത്രം. ആനയുടെ കാര്യം പറഞ്ഞപ്പോൾ സ്വോത്രം. ഈ ഇടുക്കിയിൽ നിന്ന് പോയൊരു അരിക്കൊമ്പനുണ്ട്. അവനിപ്പം നിൽക്കുന്ന തിരുനെൽവേലി കോതയാറിൽ. അപ്പം മനോരമയിലെ ജോണി ലൂക്കോസ് പടമിടും. എല്ലാവരും വിചാരിക്കും ജോണി ലൂക്കോസ് അവിടെ പോയി ആനയുടെ ഫോട്ടോ എടുക്കുമെന്ന്. അങ്ങനല്ല. ആനയുടെ വാലെ മൈക്രോ ചിപ്പുണ്ട്. സാറ്റലൈറ്റ് വഴി കിട്ടുന്ന പട ജോണി ലൂക്കോസ് ഇടുന്നത്. അല്ല അരിക്കൊമ്പൻ്റെ അടുത്ത് പോയി അല്ലേലിയ പറയാൻ പോയി അവൻ്റെ പൊടി പോലും കാണത്തില്ല. സ്വോത്രം. അരിക്കൊമ്പൻ ഗോതയാറി വെള്ളം കുടിക്കുന്നു. മൈക്രോ ചിപ്പ്. വയനാട്ടിൽ ആന ആളെ കൊന്നു. ഇവിടുത്തെ ഗവൺമെൻറ്റിന് അറിയത്തില്ല. സാറ്റലൈറ്റ് പറഞ്ഞ് ബേലൂർ മക്കിനു മൈസൂരിൽ നിന്ന് ചാടിയതാണ്. സ്വോത്രം. അതുപോലെ എല്ലാത്തിനും ചിപ്പി കൊണ്ടുവരാൻ പോവുക. അത് 3-ാമത്തെ കാര്യം. 4 RFID. രണ്ട് പാസ്പോർട്ടിനകത്ത് RFID, റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ. ഇന്ത്യയുടെ സുന്ദരനായ ക്രിക്കറ്റ് കളിക്കാരൻ കൊണ്ടുവന്ന്. 4. 5-ാമത്തെ കാര്യം, നിങ്ങളുടെ കാർ ഒരുപാട് പുറത്ത് കിടപ്പുണ്ട്. അതിനകത്ത് ഫാസ്റ്റാഗ് എന്നാ പറയുന്നത്. ഫാസ്റ്റാഗ് അല്ല, അതിൻ്റെ പേര് RFID ചിപ്പ് എഴുതിയിട്ടുണ്ട്. സ്വോത്രം. ഈ കാർ എവിടെ കടന്നാലും മാരുതിക്കാർക്കറിയാം, അല്ലെ വാഗണറുകാർക്കറിയാം, ഇതിൻ്റെ ഷോറൂമുകാർക്കറിയാം. ഈ മോഷണം പോയ കാറുകളെല്ലാം GPS വഴി പിടിക്കുന്നത്. അങ്ങനെയെങ്കിൽ 5 ആയി. 6-ാമത്തെ കാര്യം, അവൻ്റെ മൂത്ത ചേട്ടനായി കറിയാച്ചാൻ, തോമാച്ചാൻ, ശമുവേലച്ചാൻ, ചാക്കോച്ചാൻ, പൊന്നച്ചാൻ. ഇനി അടുത്തത് വന്ന് അവൻ്റെ പേര് QR കോഡ് സ്കാൻ ചെയ്യുക. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. എത്ര ക്ലിയറായി. ഇനി ഒറ്റ കാര്യം കൂടെയുള്ള മൈക്രോ ചിപ്പ്. നിങ്ങൾ ഏത് വിദേശ രാജ്യത്ത്, അമേരിക്ക ആകട്ടെ, ദുബായ് ആവട്ടെ, ഗൾഫ് ആകട്ടെ, ഇന്ന് ടിക്കറ്റുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഈ QR കോഡ് കാണിക്കുമ്പോൾ ഗേറ്റ് തന്നെ തുറന്നു വരുന്നു. കരമുയർത്തുന്നവർക്കായി. അവിടം വരെ എത്തിയില്ലേ QR കോഡ്? മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ടല്ലയോ സ്വോത്രം. ദാണ്ട് ചിങ്ങവനത്ത് ചായ കുടിക്കും, ഒരു ചായയും പരിപ്പോട്. ചേച്ചി പറയുന്ന കേട്ടില്ലേ, കീക്കി അടിച്ചേക്കാം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ഇതെല്ലാം കൈ വരാൻ പോവുക. ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം തീരും. നിങ്ങൾ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പറഞ്ഞു കൂടുതൽ കളിച്ചാൽ ഞാൻ ഇത് ഊരുമെന്ന്. IBM, ഇന്റൽ, മൈക്രോസോഫ്റ്റ് ഇതെല്ലാം ഇസ്രയേലിലാണ്, ടെല്ലവീവിലാണ്. അവൻ സൂര്യാൽ ചിന്നമ്മാമ്മയുടെ വാട്സപ്പും ഇല്ല, അവറാച്ചാൻ്റെ കലോയും ഇല്ല. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അവൻ്റെ കയ്യിലാണ്. നിങ്ങൾ ATM-ൽ പോയി പൈസ എടുക്കാൻ ഇന്ത്യയുടെ കോർ ബാങ്കിങ് സിസ്റ്റം ചെയ്തിരിക്കുന്ന ഇസ്രായേലാണ്, ബോംബെ എന്നാ. ATM കാർഡിൻ്റെ മുഴുവൻ സർക്കുലേഷൻ ഇസ്രയേലിൻ്റെയിലാണ് ഇന്നത്തെ. അവൻ ഒരു സൂര്യാൽ അമ്മാമ്മ പൈസ എടുക്കാൻ പോവാ, ബ്ലറർ കറുത്തിരിക്കുമെന്ന് ചിങ്ങമന. മനസ്സിലാകുന്നവർക്കായി. ഒന്നും കാണത്തില്ല. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് ആ സൗദിക്കാരന് ദുബൈക്കാരന് അവനോട് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. സൗദിക്കാരനോട് പറഞ്ഞു, നിന്റെ എയർപോർട്ടിൽ ഒരുത്തം വരത്തില്ല മര്യാദയ്ക്കിരുന്ന. സ്വോത്രം. സോഫ്റ്റ്വെയർ ഊരിയ പ്ലെയിനകത്ത് ആര് പോകും? സ്വോത്രം. ഇന്നലെ കണ്ടോ? കഴിഞ്ഞ ദിവസം മൈക്രോസോഫ്റ്റിൻ്റെ ഒരു കുഞ്ഞം പീസ്, വീട്ടിലെ ഒരു കുഞ്ഞം പീസ് ഊരിയതാ. 180 ഇൻഡിഗോയുടെ വിമാനം കരഞ്ഞെന്ന് കണ്ണുനീരെന്ന് മാറുമോന്ന്. സ്വോത്രം. താഴെ കടന്ന് ഇസ്രയേൽ ഊരിയപ്പോൾ സ്വോത്രം. ഓസ്ട്രേലിയയിൽ നിന്ന് പോയില്ല. മനസ്സിലാകുന്നവർക്കായി. ബൈബിള് ശരിയായോ? അത്തി തളിർത്തു കൊമ്പിളതായി വേനലടുത്തു. സ്വോത്രം.
ഇന്ന് രാത്രി. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ഒരു വാർത്തയുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, ആകാശത്തിലെ സാറ്റലൈറ്റുകളെ മൊത്തം കട്ട് ചെയ്യാൻ ഞങ്ങൾക്കറിയാമെന്ന്. യവമാര് വിട്ട ഇൻസാറ്റ് നമ്പർ 1 നമ്പർ 2 ഇതിനകത്തെല്ലാം വെച്ചിരിക്കുന്ന ജില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു സർക്കിളുണ്ട്. അത് ഇസ്രായേലിൻ്റെയാവും. അത് വീട്ടിനകത്ത് റിമോട്ടിനകത്ത് TV മ്യൂട്ട് ചെയ്തോലെ ടെല്ലവീവിൽ മ്യൂട്ട് ചെയ്താൽ ഇന്ത്യ അല്ല ലോക രാജ്യങ്ങളിൽ ഒരു മണ്ണാങ്കട്ടയും നടക്കത്തില്ലെന്ന്. സ്വോത്രം പോരെ. അതുകൊണ്ടാ അടിക്കാത്ത അത്തി തളർത്തു കോമ്പിളതായി. ഇസ്രായേലിലെ ചെറുപ്പക്കാരൻ പറഞ്ഞു, അവിടെ ടെല്ലവീവ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ആരെങ്കിലും ഇനി വടക്കിന് വന്നാൽ ഞങ്ങൾ മ്യൂട്ട് ചെയ്ത മേളിൽ കിടക്കുന്ന സാറ്റലൈറ്റ് ഇവിടുത്തെ TVയും കിട്ടത്തില്ല, റേഡിയോയും കിട്ടത്തില്ല, വാട്സപ്പും കിട്ടത്തില്ല, ബാങ്കിലെ കോർ ബാങ്കിങ് കാണത്തില്ല, സകലതും ബ്ലോക്ക് ചെയ്യുമെന്ന്. സ്വോത്രം. അതുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങൾ മിണ്ടാതിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ദുബായ്ക്കാരുടെ ധാരാണ്ട് പറഞ്ഞു പ്രതിഷേധിക്കണം. അവർ പറഞ്ഞു മിണ്ടാതിരുന്ന ദൈവം എന്നറിഞ്ഞോണമെന്ന്. സ്വോത്രം. സൗദിക്കാരനോട് പറഞ്ഞു സ്വോത്രം. ഇവിടെ നമ്മുടെ ഹമാസ് പ്രശ്നം വന്നപ്പോൾ നമ്മുടെ സതീശൻ ചേട്ട എന്തോ ഒരു റാലി, ഇപ്പം മോഡി പറഞ്ഞാൽ പ്രശ്നം തീരും. ഉടനെ CPM-കാരുടെ കോഴിക്കോട് റാലി. മോഡി പറഞ്ഞ് കോയി ബി ബാത് കരേഗ വോ നൈ സുനേഗ തും ലോ ചായ പിയോ. സ്വോത്രം. ആര് പറഞ്ഞാലും അവൻ കേൾക്കില്ല, മര്യാദയ്ക്ക് ചായ കുടിച്ചോളാം. സ്വോത്രം. ഇപ്പം റാലിയും പോയി വാലിയും പോയി. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി അന്തിമ ദിനത്തിലേക്ക് വരാം. ഇതിൻ്റെ ബാക്കി ഞാൻ കല്യാണിമുക്കി പറയാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എലോൺ മസ്ക് പറയുന്നു, മൈക്രോ ചിപ്പ് മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്താൽ മോണിറ്റർ ചെയ്യാം. ഇതാ എൻ്റെ പ്രസംഗം. ദാ കിടക്കുന്നു. അമേരിക്കയിലെ വൈറ്റ് ഹൗസിലെ ബ്ലാക്ക് മാൻ ബരാക് ഒബാമ മൈക്രോ ചിപ്പ് വെച്ചു. അന്ത്യദിനം. എന്താ ഞങ്ങളുടെ ബൈബിളിന്റെ പ്രവചനം? മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി എലോൺ മസ്ക്, എല്ലാവരും മനസ്സിലാക്കണം, ഇതൊന്ന് ക്ലിയർ ആകണം. ദാണ്ട സജു ചാത്തന്നൂരല്ല, ജനുവരി മാസം 31-ാം തീയതി, ബാക്കി എൻ്റെ പ്രസംഗം കേട്ടോണോ, ജനുവരി മാസം 31-ാം തീയതി അമേരിക്കയിൽ എലോൺ മസ്ക് ഒരു ചെറുപ്പക്കാരന്റെ തലയിൽ മൈക്രോ ചിപ്പ് വെച്ചു. ലോകം ടെലിപ്പതിയിലേക്ക് ദാ കിടക്കുന്നു. അടുത്തത് ദാണ്ട ആ ചെറുപ്പക്കാരൻ ന്യൂറോലിങ്ക് 2016 കാലിഫോർണിയ കയറിയവനാ ഇലോൺ മസ്ക്. സാറ്റലൈറ്റ് തുടങ്ങി ന്യൂറോലിങ്ക്, അതിനോടനുബന്ധിച്ച് സ്റ്റാർലിങ്ക്. അവന്റെ ഉപഗ്രഹം എന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത്. മസ്തിഷ്കത്തിൽ ചിപ്പ് കൊടുത്താൽ കാര്യം ശരി. ഇതാ നീലം പേരൂര് ഞങ്ങളുടെ ബൈബിളിന്റെ തനിമ. വയറില്ല, കയറില്ല, 1G ഇല്ല, 2G ഇല്ല, മൊബൈലില്ല, ചിപ്പില്ല. എന്നാൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ കടന്നപ്പോൾ സ്വർഗം പറഞ്ഞു, മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും ചിപ്പ്. മലയാള മനോരമ ഇന്ന് രാത്രി നീലംപേരൂർ ഭവനാങ്കണം. വായിക്കുന്നവൻ ഭാഗ്യവാ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ. സമയം അടുത്തു പോയേ നീലംപേരൂര്. ഇന്ന് രാത്രി വചനം എടുക്കുന്നവൻ ഭാഗ്യവാ, വചനം ഉയർത്തുന്നവൻ ഭാഗ്യവാ. ഇത് പ്രസംഗിച്ചവന്റെ തലമുറ എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടും. സ്വോത്രം. അടുത്ത കാര്യം ദാണ്ടേ മൈക്രോ ചിപ്പ് പറഞ്ഞുതരാം. ഇതിനായി ഈ പ്രസംഗത്തിന് ക്ലിയർ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഇന്ന് രാത്രി പഞ്ചാബിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ബിരിയാണി അരി, അതിനകത്തൊരു ലിഥിയം ബാറ്ററി കൂടെ കൊടുത്താൽ മൈക്രോ ചിപ്പിലേക്ക് വരാം. 2, അമേരിക്ക ജോൺസൺ ഒരു സാധനം പറഞ്ഞു, ബാൻഡ്. അതിനകത്ത് വളരെ നിർണായകമായി ഒരു മൈക്രോ ചിപ്പും അത് കഴിഞ്ഞിട്ടൊരു ബാറ്ററി കൂടെ കൊടുത്താൽ മനുഷ്യനെ മോണിറ്റർ ചെയ്യാം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ബാർകോഡിൽ വരുമോ? ദാണ്ട് എൻ്റെ കയ്യിലൊരു പേനയുണ്ട്. ദാണ്ട് ഈ പേനയ്ക്കകത്തൊരു ബാർകോഡുണ്ട്. ഇത് ചങ്ങനാശ്ശേരി കാണിച്ചാലും കോട്ടയത്ത് കാണിച്ചാലും നാട്ടകത്ത് കാണിച്ചാലും കമ്പ്യൂട്ടറിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് രേഖ ഒരെണ്ണത്തിൽ കൊടുക്കാൻ പറ്റുമോ? പറ്റും മക്കളെ. പണ്ട് നമ്മുടെ അമ്പിളി സൗണ്ട്, നല്ല സൗണ്ട്, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മക്കളെ. പണ്ട് ഇവിടെ മുറ്റത്തെ കൺവെൻഷൻ കുഞ്ഞുവാനിച്ചാനെ പാട്ടെല്ലാം ഇട്ടിട്ട് ഇവരിച്ചിരി ഡീസൽ മേടിക്കാൻ പോയി. CD കട്ടായി. അച്ചായന് പേടി, പാട്ടുമില്ല, പോയ ആളെ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല. ഇപ്പം CD ഇല്ല, DVD ഇല്ല. അമ്പിളി സൗണ്ടുകാർ ഇവിടെ വന്ന് സെറ്റ് ചെയ്തിട്ട് അമ്മിണിമാമ്പ ബ്ലൗസേ കുത്തുന്ന പോലെ ഒരു പെൻഡ്രൈവ് കുത്തിയിട്ട് ഒറ്റ പോക്ക് 4 ദിവസം കഴിഞ്ഞാൽ പാട്ട് നിൽക്കത്തില്ല. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ആ ഒരു ഫിലമെൻ്റ് ഇന്ന് മൈക്രോ ചിപ്പായിട്ട് എലോൺ മസ്ക് കൊണ്ടുവരുന്നത്. മനുഷ്യനെ പറ്റി വഴി ഇത് മോണിറ്റർ ചെയ്യാം. 7 കാര്യം കേൾക്കണം. ലോകത്തെ നടക്കാൻ പോകുന്ന സംഭവം കുഞ്ഞുങ്ങളെല്ലാം കേട്ടോണം. ഇന്ന് ലോകം ഇതിനെ വരവേൽക്കാൻ പോകുന്ന 7 കാര്യം. 1, ഈ മൈക്രോ ചിപ്പ് വച്ചാൽ ഒന്നാമത്തെ കാര്യം പാർക്കിസൺസ്, അൽഷിമേഴ്സ്, വീട്ടിനകത്ത് സ്ട്രോക്ക് വന്നവർക്ക് ഏത് മരുന്ന് വേണമെന്ന് നെർവസ് സിസ്റ്റം മൈക്രോ ചിപ്പിനോട് മെസ്സേജ് കൊടുക്കും. നമുക്ക് മരുന്ന് കിട്ടും. മെഡിക്കൽ ലോകം പറയുന്നു നല്ല കാര്യം, ചിപ്പ് കൊണ്ടുവരാം. 2ാമത്തെ കാര്യം കേട്ടോണ്, മിക്ക മനുഷ്യൻ്റെ ശരീരത്തിലും ക്യാൻസർ ഉണ്ട്. ഇയർലി ഡിറ്റക്ട് ക്യാൻസർ അല്ലെ ഹാർട്ട് അറ്റാക്ക്. ഈ ചിപ്പ് വച്ചാൽ ബാർകോഡ് വഴി
മനുഷ്യൻ്റെ ആയുസ് 30 വർഷം നീട്ടാന്ന്. അപ്പോൾ ആര് വെക്കും? നിങ്ങളാരെങ്കിലും വെക്കൂ? ഞങ്ങളെപ്പോലെ പ്രസംഗിക്കുന്നവർ വെക്കും. 30 വർഷം കൂടെ കിട്ടിയ കാശ് കിട്ടത്തില്ലേ? സന്തോഷമില്ലല്ലോ. സ്വോത്രം. ആരും കാണാതെ വെച്ച് കളയും. 2, മൂന്നാമത്തെ കാര്യം, മൈക്രോ ചിപ്പിൻ്റെ പ്രത്യേകത. വൻകിട കമ്പനി UST ഗ്ലോബൽ അല്ലെങ്കിൽ റിലയൻസ് മോർമോർ, അവിടുത്തെ ഒരു അച്ചായൻ, കേട്ടോണേ, അവിടുത്തെ ഒരു അച്ചായൻ കമ്പനി നടത്തും. ഒരു പർച്ചേസറുണ്ട്. അപ്പം പുള്ളിക്ക് പേടി അവൻ കൊട്ടേഷൻ മറിക്കുന്നു. ഇവൻ്റെ കയ്യിലൊരു ചിപ്പ് കൊടുത്താൽ, കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്താൽ, ഇവൻ ആരോട് സംസാരിക്കുന്നെന്ന് മൊബൈൽ ടവർ വഴി ഈ മൈക്രോ ചിപ്പ് കൊടുക്കും. 3, കേട്ടോ, ടെക്നോളജി. വായിച്ചു തരാം. 4-മത്തെ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ലൊക്കേഷൻ ഈ മൈക്രോ ചിപ്പ് തരും. അതിൻ്റെ അർത്ഥം പറയാം. ഒരു മനുഷ്യൻ എവിടെ നിൽക്കുന്നു, മൊബൈൽ വേണ്ട, മൈക്രോ ചിപ്പ് വഴി ലൊക്കേഷൻ തരും. 5, സൗകര്യമാർക്ക് ഇഷ്ടപ്പെട്ട കാര്യം. എന്താ കാര്യം? ചെങ്ങന്നൂർ കുഞ്ഞമ്മാമ്മ വിളിക്കാൻ ഗൂഗിളിനോട് പറയണ്ട. മൈക്രോ ചിപ്പ് കയ്യിലുണ്ട്. തലയിൽ ആലോചിക്കുമ്പോൾ മൈക്രോ ചിപ്പ് 5G മൊബൈലിനോട് പറയും, അച്ഛന് കുഞ്ഞമ്മാമ്മ എന്ന് വിളിച്ചു കൊടുത്താട്ടെ. സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ. 6-മത്തെ കാര്യം, ഇതാണ് എൻ്റെ പ്രസംഗം. ഇന്ന് രാത്രി തിരുവനന്തപുരം എയർപോർട്ടിൽ ഹൈദരാബാദിൽ നിന്ന് ഒരുവൻ കൊള്ളയ്ക്ക് വന്നാൽ ക്യാമറ ഇരിപ്പുണ്ട്. അതിനകത്തൊരു ചിപ്പ് കൊടുത്താൽ നിങ്ങളുടെ വീട്ടിനകത്ത് 2 കൊമ്പുള്ള വൈഫൈ പുറത്ത് റൂട്ട് ചെയ്യുന്നത് പോലെ അവൻ്റെ തലച്ചോറിന് കമ്പ്യൂട്ടർ വലിച്ചെടുക്കും. മനസ്സിലാകുന്നവർക്കായി. അതിൻ്റെ പേരാ, കേട്ടോ, കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർ കേട്ടോ, ഞാൻ പുറകെ വായിക്കാൻ പോവാ. RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. അവൻ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വരുമ്പോൾ പോലീസല്ല, രഹസ്യാന്വേഷണ വിഭാഗം അവനെ പിടിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ ദുബായ്ക്കാർ, സൗദിക്കാരും എലോൺ മസ്കിനോട് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമാണ്. സ്വോത്രം. അതിൻ്റെ അർത്ഥം എയർപോർട്ടിൽ ഇറങ്ങുന്നവനെ വാച്ച് ചെയ്യാൻ ഏറ്റവും ക്ലിയറായി ചിപ്പ് കൊടുക്കാം. 6-മത്തെ കാര്യം, കോട്ടയത്ത് നിന്ന് ഒരു അച്ഛൻ മൂവാറ്റുപുഴ കാർ ഓടിച്ചുകൊണ്ട് പോവാ. ഏറ്റുമാനൂറിൽ ക്യാമറയ്ക്കകത്ത് ഈ ചിപ്പ് വെച്ചേക്കാം. അച്ഛൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം ക്യാമറ വഴി ചിപ്പ് എടുക്കും. നമ്മുടെ തരത്തില്ല. പോലീസിൻ്റെ കൺട്രോൾ റൂമിൽ അറിയിക്കും. മൂവാറ്റുപുഴയെന്ന് പോലെ വന്ന അച്ഛൻ്റെ കാർട്ടിൻ്റെ പ്രവർത്തനം ശരിയല്ല, കയ്യാലെ കയറാൻ സാധ്യതയുണ്ട്. പുറകെ കൺട്രോൾ വെഹിക്കിൾ വരും. കൂടിയിരിക്കുന്ന അമ്മാമ്മയ്ക്ക് പോലും അറിയത്തില്ല ബെൽറ്റിട്ട് അച്ഛൻ്റെ സ്ഥിതി. ഉടനെ അച്ഛനോട് പറയും, മാറിയിരിക്കുക, വണ്ടി ഓടിക്കാൻ യോഗ്യനല്ല. എത്ര ക്ലിയർ! ലോകം വിപ്ലവത്തിലേക്ക്. 7 കാര്യം നിങ്ങളുടെ മുൻപിൽ പറഞ്ഞു. 8-മത്തെ കാര്യം, ഇന്ന് 2023 ഒരു സംഭവം നടന്നു. ഈലോൺ മസ്ക്, രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ഡിസംബറിൽ ബോംബെ, അവിടെ ബ്രിട്ടനിൽ വെച്ചൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, ചാറ്റ് GPT. ആ ചാറ്റ് GPTയിൽ പറഞ്ഞു 150 കോടി ജനമാ മോഡി സാറിനോട് പറയണം, ഈ മൈക്രോ ചിപ്പ് കൊടുത്താൽ കൊല്ലയും കൊള്ളയും ബാങ്ക് കവർച്ച നടക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ നാഷണലൈസ്ഡ് ബാങ്കുകൾ പറയുന്നു ഈ ചിപ്പ് നല്ലത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ഹരിയാനക്കാരൻ വന്ന് തൃശ്ശൂരിൽ നിന്ന് സകല ബാങ്ക് കൊള്ളയടിച്ചുകൊണ്ട് പോയില്ലേ? മനസ്സിലാകുന്നവർക്കായി. നമ്മുടെ ചിങ്കവനത്ത് അമ്മണി മാമ ATM പണമെടുക്കാൻ നിൽക്കുമ്പോൾ ഹിന്ദിക്കാരൻ വന്ന് പാടത്തിൽ അമ്മണി മാമയെ കാണാനല്ല, കാർഡ് കിട്ടിയാൽ അവൻ കൊണ്ടുപോകും. അങ്ങനെയെങ്കിൽ ഇന്ന് ബാങ്കിൻ്റെ കാർഡിൻ്റെ മേലെ സ്കിമ്മർ, തിരുവനന്തപുരം വെള്ളയമ്പലം, ആൽത്തറ, നൈജീരിയക്കാരൻ വന്ന് 80 ലക്ഷം കൊണ്ടുപോയി. ഇന്നത്തെ ADGP മനോജ് പ്രകാം പോയി പിടിച്ചുകൊണ്ട് വന്നെങ്കിൽ ഇനി കോട്ടയം കാണാൻ പോകുന്നു. ബാങ്കിന്റെ ATM മുഴുവൻ അറുത്ത് മുറിച്ചു കൊണ്ടു. അങ്ങനെയെങ്കിൽ ബാങ്കിങ് മേഖല പറയും പണം വേണ്ട, ഓൺലൈൻ വിത്ത് മൈക്രോ ചിപ്പ്. അതാ ബൈബിളിനകത്ത് പൗലോസ് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാൻ കാലമായി. ട്രംപ്, എലോൺ മസ്ക്. മക്കളെ ദാണ്ടേ, തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്. പറഞ്ഞുതരാം, ഒറ്റ വാക്യം കൊണ്ട് ഇപ്പം നിർത്തി തരാം. ഒരു മനുഷ്യൻ്റെ തലച്ചോറ് എത്ര? 3 ഘടകം: സെറിബ്രം, സെറിബെല്ലം, മെഡില്ല ഒബ്ലാങ്കേറ്റ്. അതിനകത്ത് എത്ര? ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി. ഇത്ര ഒരു മിനിറ്റ് എത്ര ചിന്തയാ? 40. ഇപ്പം കുഞ്ഞുമണിച്ചാൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ തല ടൊറൻഡോയിൽ വരെത്തും. അതാ 2400 ചിന്ത. ആ കുഞ്ഞനെ നോക്കിയാ കുഞ്ഞമ്മ പറയുന്നത് അവൻ്റെ തലയെ കളിമണ്ണാന്ന്. ഇനി മേല പറയരുത്. സെറിബ്രം, സെറിബെല്ലം, മെഡില്ല ഒബ്ലാങ്കേറ്റ്. സ്വോത്രം. ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി. അങ്ങനെയെങ്കിൽ ഇത് കമ്പ്യൂട്ടർ വഴി ഊറ്റിയെടുക്കാം. അതിൻ്റെ പേര് നേഴ്സിംഗ് സ്റ്റുഡൻസ് എഴുതാം. RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. ദ സെക്കൻഡ് വൺ, ഹ്യൂമൻ
tracking, subliminal, implanting technology. The word is now hearing computer teachers or biotechnology students. Already the world is say that future fantasia. ലോകം മനുഷ്യന് സാറ്റലൈറ്റ് വഴി തിരയാൻ പോകുന്നു. അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നു. ബൈബിളിനകത്തുണ്ടോ? ട്രംപും എലോൺ മസ്കും ഒരുമിക്കുമ്പോൾ അവസാന ഭാഗം വെളിപ്പാട് പുസ്തകം 13:10 വായിക്കാം. തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് കുഞ്ഞു വായിച്ചാട്ടെ. വായിക്കാം. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. സകല മനുഷ്യന് വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ടി വി വന്നപ്പോൾ TPM-മാർ വന്ന് TV കാണരുത്, ചെകുത്താന്റെ പെട്ടിയാണ്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അപ്പോൾ അവരുടെ വീട്ടിൽ 45 LED സ്വോത്രം. കന്യാസ്ത്രീമാരും പറഞ്ഞു മൊബൈൽ എടുക്കരുതെന്ന്. സാഗരം ഞാൻ ബസ് യാത്ര ചെയ്യുന്ന എല്ലാ കന്യാസ്ത്രീമാരോട് സംസാരിക്കാറുണ്ട്. ഭയങ്കര സ്നേഹം അവർ ഭാഷ എന്ന് പറഞ്ഞാൽ സ്വോത്രം. അവരെ ഇരിക്കുന്ന 5Gയുടെ മൊബൈൽ. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ഇതുപോലെ ആദ്യം എല്ലാവരും പറഞ്ഞു ഫോൺ വേണ്ട, മൊബൈൽ വേണ്ട, ലൈവ് വേണ്ട എന്ന് പറഞ്ഞ് ഉപദേശിമാർ ഇപ്പോൾ ക്യാമറ ആയിട്ട് നടക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി, സ്വോത്രം. അവിടെ നിൽക്കട്ടെ, സ്വോത്രം. ഇവിടെ ഒന്നേ ഉള്ളൂ, 4 നടക്കുക, സ്വോത്രം. ലൈവ് എടുക്കരുതെന്ന് പറഞ്ഞ്. അങ്ങനെയെങ്കിൽ ഇതാ അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. സകലതും ഇന്റർനെറ്റിന്റെ കീഴിൽ. അടുത്തത് വാൾ കൊണ്ട് കൊല്ലുന്നവൻ. വായിച്ചാട്ട് മോനെ. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കപ്പെടും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. ഒരു വാക്ക് അവസാനം പറയുമ്പോൾ, ഇന്ന് രാത്രി എലോൺ മസ്കും ട്രംപും അത് കഴിഞ്ഞ് നെതന്യാഹുവും മോഡി സാറും ഒരുമിക്കുമ്പോൾ, 1 യഹൂദൻ ഒരു ദേവാലയം വരാൻ പോകുന്നു. 2 സകല മനുഷ്യൻ്റെ മൈക്രോ ചിപ്പ്. 3 ലോകമകായുധത്തിൻ്റെ പിൻപിൽ വരാൻ പോകുന്നു. എന്നാൽ അതൊക്കെ ഇവിടെ സംഭവിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ കാന്തൻ വരും. ഇന്ന് രാത്രി ഒരു വാക്കും കൂടെ അവസാനം. സഹിഷ്ണുതയോടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും ദൈവസഭയെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്നത്, ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവസാന കണ്ണിങ് നല്ല അന്തരീക്ഷം പോലെ വെള്ളം പോലും കുടിച്ചില്ല കേട്ടോ, സ്വോത്രം. ഇന്ന് രാത്രി മടങ്ങി വരവൻ്റെ ഇതാകട്ടെ. പഴയ നിയമം ഒരു പൈതൽ പാപം ചെയ്താൽ, കുഞ്ഞുങ്ങളല്ലേ കഥ എഴുതിയെടുക്കണം, പാസ്റ്റർമാരും എഴുതിയെടുത്തു. പഴയ നിയമം ഒരു പൈതൽ പാപം ചെയ്താൽ അവനെ എന്താ പാളയത്തിനകത്ത് കൊണ്ടത് കൊല്ലണം. പെൺകുട്ടി പാപം ചെയ്താൽ ലൈറ്റർ അടിച്ച് തീ അടിച്ച് തീർക്കണമെന്ന്, സ്വോത്രം. അതാ ലേവ്യരുടെ നിയമം. പുതിയ നിയമത്തിലൊരു പ്രമാണമുണ്ട്, കൃപയുടെ പ്രമാണം. എന്താ കൃപയുടെ പ്രമാണം? എല്ലാവരും കേട്ടാട്ടെ. നീലമ്പേരൂർ നമ്മുടെ ശമീലച്ചാൻ റോസമ്മാമി നാടൻ കഥ. 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. മൂത്തവൻ്റെ പേര് ബെന്നിക്കുട്ടൻ, ഇരവൻ്റെ പേര് കൊച്ചുമോൻ. മനസ്സിലാക്കണം, സ്വോത്രം. നോട്ട് ചെയ്താട്ട്. ബെന്നിക്കുട്ടൻ ഇവിടെ കാര്യങ്ങളെ നിലമൊക്കെ നോക്കി. നമ്മുടെ കൊച്ചുമോന് ചെങ്ങന്നൂരുള്ളവരുമായിട്ട് വലിയ കമ്പനിയായിരുന്നു, സ്വോത്രം. അവർ പറഞ്ഞ്, നീ ഈ നീലമ്പേരൂർ കിടക്കണ്ട, ചെങ്ങന്നൂർ നല്ല അരുമയാന ടൗൺ, ഇപ്പം സിയോൺ ഹോട്ടൽ നല്ല ബാർ ഹോട്ടലും ഒക്കെ വന്ന് വരാം, സ്വോത്രം. അവൻ എന്തോ ഇത് അപ്പനോടുള്ള ഓഹരിയും മേടിച്ച് നേരെ ചെങ്ങന്നൂർ പോയി, സ്വോത്രം. അവിടെ ചെന്ന് വട്ടിപ്പലിശയ്ക്ക് പൈസയും കൊടുത്തു. അങ്ങനെ ഇരുന്നപ്പോൾ ഏവൻ കൂട്ടുകാരുടെ കൂടി ബിയറും കൂടിയായി, സ്വോത്രം. അപ്പൻ്റെ മുതലുമൊക്കെ പോയി. കോവിഡും വന്നവൻ കൊടുത്ത് ഒറ്റ കാശും കിട്ടിയില്ല. കൊച്ചുവനെടുത്ത് കൂട്ടുകാർ പറഞ്ഞ്, നീ നീലമ്പേരൂർ ചെന്ന അപ്പൻ കയറ്റത്തില്ല. ഇവിടെ അടുത്ത് കോട കുളഞ്ഞ് തമിഴ്നാട്ടുകാരൻ ഒരയ്യ വന്നിരിക്കുന്നത് നല്ല പന്നിപ്പം വളർത്തുന്നുണ്ട്. അയാൾ ഒരു പറഞ്ഞ് ഇന്നാൾ ചെങ്ങന്നൂർ വന്നപ്പോൾ ആര്യാഭവന് പറഞ്ഞു, നല്ല ഒരു വാലിബനെ കിട്ടിയ ആവശ്യമുണ്ടെന്ന്, സ്വോത്രം. അപ്പോൾ കൊച്ചുവനും വിചാരിച്ച് അപ്പൻ്റെ വീട്ടിൽ പോകുന്നതിൽ നല്ലത് പന്നിയുടെ വീട്ടിൽ പോകുന്ന, സ്വോത്രം. കൊച്ചുവനെ ബൈക്കെ കയറ്റി അവിടെ കൊണ്ട് ചെന്ന് യവനെ കണ്ട ഉടനെ പന്നിപ്പാമൻ്റെ ഓണർക്കും പിടികിട്ടി. പിന്നെ സന്തോഷമായി, പന്നിക്ക് സന്തോഷമായി. ഈ ബിയറൊക്കെ കുടിച്ച് വാച്ചായച്ചിരി വെളുത്തിരുന്നതാണ്, സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് നല്ല ക്ലിയറായിരുന്നു. അരുമயான വാലിബൻ ഇങ്ക പന്നി ഫാമെ നോക്കത്, ഇങ്ക ഒക്കാറ് നിനക്ക് നല്ല ചപ്പാത്തി ചിക്കൻ കറി എല്ലാം കൊണ്ട് തരാമെന്ന്. അപ്പം അവനും വിചാരിച്ച് അടയ്ക്ക് കോസെടുത്ത് പന്നിക്ക് വെള്ളം അടിച്ചാലും ചിക്കൻ കറിയൊക്കെ കിട്ടുമല്ലോ. 2 മാസം കൃത്യമായിട്ട് ഓണർ കൃത്യമായിട്ട് ആഹാരം കൊണ്ട് കൊടുത്ത് 2 മാസം കഴിഞ്ഞപ്പോൾ ഓണർക്ക് പിടികിട്ടി അവൻ പോവത്തില്ലെന്ന്, സ്വോത്രം. നമ്മുടെ ഇവിടെ മതിൽ കെട്ടിയോലെ 4 വരി കല്ലൂടെ കെട്ടി ആകെ ഒരു ഉടുപ്പും മുണ്ടുമായിട്ടാണ് പോയിരിക്കുന്നത്. ആഴ്ച പന്നിയെ പിടിക്കാൻ വരും ഓണർ. പയ്യൻ പറയും, അയ്യാ പശിക്കരുത് വിശക്കുന്നെന്ന്. ഉടനെ ഓണർ പറയും, ഓക്കെ, കാലിത്തീറ്റ, വാളവര, പുളിയരി. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി നീലമ്പേരൂർ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ചാടിപ്പോന്ന നീ എല്ലാം തിന്നാൻ പോന്ന ഓക്കെ കലയ്ക്ക, കാലിത്തീറ്റ്, വാളവര്, അതുപോലെ തന്നെ പുളിയരിയ. അതിൽ നിന്ന് മടങ്ങി വരാനായി കൺവെൻഷൻ ഇവിടെ വെച്ചത്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇന്ന് രാത്രി അപ്പൻ്റെ വീട് വിട്ടുപോയി അവൻ അങ്ങനെ 1 വർഷമായി. തുണി അന്നേരം കഴിവ് കൊടുക്കും. அப்போ உண்டு டிபிஎன்கார் ஒரு அனௌன்ஸ்மெண்ட், இந்த நாள்களில் உலகத்தின் முடிவு கடைசி கால செய்திகள், ராஜ்யம் ராஜ்யத்தோடு கடந்து வரும் செங்கன்னூர் பழமன கிரவுண்டு கிளாஸு. அப்போ
ചിങ്ങവനത്ത് റോഡിൽ നിന്ന് ഇച്ചിരി പ്രസംഗം കേട്ടിട്ടുണ്ട്. കല്യാണി കലങ്ങിൻ്റെ അവിടെ ഇന്ന് ഇച്ചിരി കേട്ടിട്ടുണ്ട്. കുമ്പനാട് ഗുഡ് ന്യൂസ് സ്റ്റാളിൻ്റെ അവിടെ നിന്ന് ഒരു കൊച്ചു തുണ്ടും കയ്യിലുണ്ട്. സ്വോത്രം. ഇത് അവൻ്റെ ഓർമ്മയുണ്ട്. അവിടെ സെൻറ്റർ പാസ്റ്ററും വന്നില്ല, ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരും വന്നില്ല. അനൗൺസ്മെൻറ്റ് കേട്ടവൻ അങ്ങ് എഴുന്നേറ്റു. അതിൻ്റെ മലയാളമാ, വചനം കേട്ടവൻ്റെ തലയിൽ ആരും കൈവക്കണ്ട, അവന് സുബോധം വരും. സ്വോത്രം. അയ്യോ, പാസ്റ്റർമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്ന് കർത്താവ് സംസാരിക്കുന്ന മൊബൈലിൽ കൂടിയാ. തലയുടെ അവിടെ പ്രത്യേകിച്ച് വെച്ചോണം, മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. സ്വർഗത്തിൽ 5G ആയി. സ്വോത്രം. യവനെയൊക്കെ ആ ചിങ്ങവനെ തിറക്കുന്നതിന് വന്നില്ലേലും വേണ്ടിയല്ലോ. സ്വോത്രം. ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ ക്ലാസ്സിൽ ഇരുന്ന് സത്യവചനം കേട്ടിട്ട് വല്ല ആഫ്രിക്കക്കാരൻ്റെ PC-നാക്കി സോണിയുടെയൊക്കെ മുമ്പിൽ പുതപ്പിന് മറിഞ്ഞവൻ്റെ ലെവല് പോയി. സ്വോത്രം. അടിസ്ഥാനങ്ങൾ ഇളകിയ നീതിമാൻ എന്തും ചെയ്യും. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. യവനെയൊക്കെ ചിങ്ങവനത്ത് കേട്ട് തമ്പിച്ചാൻ പോയിട്ടേ ഉള്ളൂ. സ്വോത്രം. ബാക്കിയുള്ളവർക്കെല്ലാം കിട്ടും. സ്വോത്രം. തമ്പിച്ചാൻ ഒരിക്കൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എവിടെയോ പരിശോധത്തിൽ പ്രസംഗിച്ചിട്ട് പാസ്റ്റർ ഇവിടെ ഉണ്ട്, ചിങ്ങവനത്ത് അച്ഛാ ഷൂവെല്ലാം ഇരിക്കുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ക്ഷീണം കണ്ടിട്ട് 2 കുപ്പി വെള്ളം തന്നിട്ട് തമ്പിച്ച എന്നോട് ചോദിച്ച്, എടാ മൈക്രോ ചിപ്പ് എന്നാ വരുന്നതെന്ന്. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അവരാഗ്രഹം അക്കരെ നാട്ടാ. ഇന്നുള്ളവനല്ല പയറാ. നിന്റെ പയറ് കർത്താവ് തീർക്ക്. സ്വോത്രം. രക്ഷയുടെ പെട്ടകത്തിൽ കിടക്കാൻ യോഗ്യതയുള്ള വേലക്കാര് കൺവെൻഷനകത്ത് കയറ്റാതെ ആളെ കൂട്ടാൻ. കഴിഞ്ഞ ഒരു ദിവസം ഒരു ഉപദേശി എന്നോട് പറഞ്ഞാൽ, നിങ്ങളൊന്നും വന്ന ആള് വരത്തില്ല. ഞാൻ പറഞ്ഞത് റിമി ടോമിയെ വിളിച്ചോളാം. സ്വോത്രം. ആളല്ല വലുത്. 400 പേരില്ലേലും 40 പേരേ ഉള്ളൂ. ജീവന്റെ വചനം പ്രസംഗിക്കണം, നിത്യതയുടെ വചനം പ്രസംഗിക്കണം, രക്ഷയുടെ ദൂത് പ്രസംഗിക്കണം. അങ്ങനെയുള്ള അഭിഷിക്തന്മാർ ന്യൂ ഇന്ത്യയിൽ എഴുന്നേൽക്കട്ടെ, IPC-യിൽ എഴുന്നേൽക്കട്ടെ, ചർച്ചക്കോടിൽ എഴുന്നേൽക്കട്ടെ. എന്ന് രാത്രി പച്ചയ്ക്ക്. സ്വോത്രം. സുബോധം. അവൻ ആരോടും ചോദിച്ചില്ല. ഇതാ മക്കളെ സൂചിച്ച പ്രസംഗം. ഇന്ന് രാത്രി അവൻ നമ്മുടെ ഞങ്ങൾ ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ മാറിയില്ലേ. ഇപ്പം ഗായ്സ് എന്നാ. പന്നിയോടുകൂടി ഇത്രയും നാൾ 1 വർഷം കിടന്നുകൊണ്ട് ഗായ്സ് ഐ ആം ഗോയിങ്. ഒറ്റ ചാട്ടം. ഓർപ്പ മതിലിയാടിയുള്ള ഒറ്റ ചാട്ടം. ബാക്കി ഓർത്താൽ മതി. സ്വോത്രം. 1-ാം ദിവസം അവൻ എവിടെ വന്നെന്നറിയാവൂ? ചെങ്ങന്നു വന്ന് കടന്നു, രക്ഷയില്ല. 2-ാം ദിവസം തിരുവല്ലായി കടന്നു. 3-ാം ദിവസം തുരുത്തി കടന്നു. 4:30 ആയപ്പോൾ നമ്മുടെ നീലമ്പേരൂരുള്ള അച്ചായൻ ചങ്ങനാശ്ശേരി പോയപ്പോൾ ഒരു തട്ടുകടയുടെ അവിടെ ഒരുത്തൻ ചുരുണ്ട് കിടക്കുന്നു. സ്വോത്രം. അയ്യോ, അച്ചായൻ ചോദിച്ചാൽ, എടാ നീ ശമൂലച്ചാൻ്റെ ഒക്കെ ഒച്ചുവനല്ലേ, നിനക്ക് ഈ ഗതി വന്നല്ലോ എന്ന്. സ്വോത്രം. അപ്പൻ്റെ വീട്ടിൽ പോന്ന നീ എല്ലാം ചുരുണ്ട് പോകും, ഇന്ന് രാത്രി മടങ്ങി വന്നോണം. സ്വോത്രം. അപ്പം പറഞ്ഞ അച്ചായൻ 2 ദിവസമായി കട്ടനും ചായയും കുടിച്ചിട്ട് അച്ചായൻ 2 ചായയും പരിപ്പൂടെ അങ്ങോട്ട് കൊടുത്തു. സ്വോത്രം. അത് ഈ ചെറുപ്പക്കാരൻ മേടിച്ചു കുടിച്ചു. ഒരു എനർജി കിട്ടി. ഞങ്ങൾ സ്റ്റേജിൽ കയറുന്നുണ്ടോ. തുരുത്തി നോറ്റ് നാളത്തെ 5 മണിക്ക് 6:30 ആയപ്പോൾ നീലമ്പേരൂർ പള്ളി കഴിഞ്ഞപ്പോൾ ശമൂവേൽ അച്ചായന് കാപ്പി ഉണ്ടാക്കാൻ അമ്മാമ്മ അകത്ത് കയറിയപ്പോൾ അച്ചായൻ ചരമവാർത്ത വായിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. അമ്മാമ്മ നമ്മുടെ വീട്ടിൽ 45 എല്ലിടിയല്ലോ. നോക്കിയപ്പോൾ ഉണ്ട് കൊച്ചുമോൻ എന്താ വേച്ച് വരുന്നു. മനസ്സിലാകുന്നവർക്കായി. നീലമ്പേരൂര ശമൂലച്ചാൻ റോസമാമ എന്നേ പറയാം. അച്ചായാ ആ മുടിഞ്ഞവൻ വരുന്നു. നമുക്ക് ലൂലു കോട്ടയത്ത് തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് വാഗണറടുത്ത് ഗേറ്റ് പഠിച്ച് സ്ഥലം വിടാന്ന്. മനസ്സിലാകുന്നവർക്കായി. ഇന്ന് രാത്രി മടങ്ങി വരുന്നവനെ കണ്ട് വണ്ടിയെടുത്ത് ഗേറ്റ് പൂട്ടിപ്പോകുന്ന ഒരപ്പനെ അല്ല ഇന്ന് രാത്രി നീലമ്പേരൂരിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. മടങ്ങി വരുന്നവന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരപ്പനെ ഈ കൺവെൻഷൻ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവന്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി അമ്മാമേ നോട്ടി. അവൻ 1 വർഷം പന്നിയുടെ കൂട്ടത്തിൽ കിടന്നതാ. പന്നിയുടെ ചാണവും മൂത്രം അവൻ്റെ ഉടുപ്പിനകത്ത്. ഇന്ന് രാത്രി നിറം നോക്കാതെ, മണം നോക്കാതെ, പാരമ്പര്യം നോക്കാതെ, PhD നോക്കാതെ, കളറ് നോക്കാതെ മടങ്ങി വരുന്ന അവനെ ചേർത്തണയ്ക്കുന്ന ഒരപ്പനെ ഈ കൺവെൻഷൻ ഉയർത്തുന്നു. അവൻ്റെ പേരത്ര ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ഇന്ന് രാത്രി ഇതാ ഞങ്ങളുടെ സുവിശേഷം. സത്യവചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കേട്ടോ മക്കളെ, എന്താ അതിൻ്റെ പ്രത്യേകത? അവൻ പറഞ്ഞപ്പോൾ വന്നൊരു കാര്യമുണ്ട്. അപ്പാ, നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നീ വീട്ടിൽ നിന്ന് പോയ. അവൻ പറഞ്ഞു, ആ ഒട്ടുപാല് കിടക്കുന്ന പെരെ എന്നെ കടത്തിയാൽ മതിയെന്നു. അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചു. മോനെ, നീ പോയപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ഒരു വസ്ത്രം ശരിയാക്കിയിട്ടുണ്ട്. തട്ടാൻ തങ്കപ്പനെ കൊണ്ടൊരു മോതിരം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെരുപ്പ് കൊണ്ടിട്ടുണ്ട്. അപ്പൻ പറഞ്ഞ് അവനെ ധരിപ്പിക്കാൻ ഒരു വിശേഷ വസ്ത്രം കൊണ്ടുവരുവാൻ. ഈ കൺവെൻഷൻ 1-ാമത്തെ യാദം ഏദന്റെ പൂങ്കാവനത്തിനകത്ത് രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കലത്തെ യാദം കാൽവറിയിൽ നമുക്ക് വേണ്ടി ദേഹമെന്ന തിരശീല ചീന്തി കരമുയർത്തുന്നവർക്കായി അവൻ്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ
ആ രക്ഷയുടെ ഉടുപ്പുള്ളവനെ ആ മണിയറയിൽ കൊണ്ടുപോയെങ്കിൽ ഇന്ന് രാത്രി കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. ഈ സത്യവചനം കേട്ട് ഇന്ന് രാത്രി മടങ്ങി വാ. നീലംപേരൂർ മദ്യപാനിയെ, ജീവിതം തകർന്ന വ്യക്തിയെ, ആത്മഹത്യ കൊതിക്കുന്ന വ്യക്തിയെ, ഇന്ന് രാത്രി വീട്ടിനകത്ത് ചങ്കിനകത്ത് കൈവച്ചുകൊണ്ട് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ ഒരുവൻ്റെ യാഗമായി ഡിസംബർ മാസം 26-ാം തീയതി ആ ചങ്കിലെ ചോരയാൽ എന്നെ ഒന്ന് കഴുകണമേ. നിന്റെ കരം ഈ രാത്രി ഉയരുമെങ്കിൽ നിനക്ക് നിത്യസമാധാനം പുതുവർഷത്തിൽ തരുവാൻ മുടിയൻ പുത്രനെ മാറോട് ചേർത്തണച്ച അപ്പൻ്റെ കരം താങ്കൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അവസാന ഭാഗത്തിലേക്ക് വരുന്നു. ഇന്ന് രാത്രി ഒരു ഭാഗവും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 2ാം ലോക മഹായുദ്ധം, 5.5 കോടി പേർ മരിച്ചു. ഒറ്റ വാക്കും കൂടെ പറയുമ്പോൾ ആരാധന. അതിൻ്റെ അർത്ഥം എല്ലാ വീട്ടിലെ ശവപ്പെട്ടി വന്നു. അമ്മാമേ അച്ചായത് കേട്ടോണം. ബ്രിട്ടനിലൊരു സംഘടന ഉണ്ട്. അവർ പറഞ്ഞ് നല്ലൊരു പോർട്രേറ്റ് അയച്ചു തന്നാൽ പൈസ തരാം. പലരും പോർട്രേറ്റ് അയച്ചു. സ്കൂളിൽ പോന്നു, വെള്ളം കുടിക്കുന്നു, കുർബാന. അതിനകത്ത് എന്താ സംഭവിച്ചതെന്നറിയാം? ഒരു പോർട്രേറ്റിൽ ഈ ഒരു ഭാഗമുണ്ട്, ഒരു കടൽ അറ്റ്ലാന്റിക്, അതിൻ്റെ നടുവിലൊരു പാറ, അതിൻ്റെ നടുവിലൊരു കാക്ക. കടൽ ഇളകുക, പാറയ്ക്കും കുലുക്കമില്ല, കാക്കയ്ക്കും കുലുക്കമില്ല. 2ാമത്തെ പോർട്രേറ്റ്, കടലിളകുമ്പോൾ ഒരു കുഞ്ഞു മീൻ ഉയർന്നു വരുന്നു. പാറയുടെ മേളിരിക്കുന്ന കാക്കയുടെ വായിൽ അത് വരുന്നു. അവൻ അടിക്കുറിപ്പെഴുതി. അച്ചായമ്മ നോട്ട് ചെയ്ത്, ലോകമാകുന്ന ഗംഭീരവാരിധി എത്ര ഇളകിയാലും ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന കാക്കയ്ക്ക് ഒരു കുലുക്കവുമില്ല. ഒരു കുഞ്ഞു മീനിനെ കൊണ്ട് തരുവാ ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തൻ. 2025 ഭൂകമ്പം വരട്ടെ, ക്ഷാമം വരട്ടെ. അങ്ങനെയെങ്കിൽ 1 ഏതാ? ആധാർ. 2 ഒരു ഭാഗ്യ പറഞ്ഞോളൂ. ഇനി എത്ര? ATM. 3 ആനയുടെ വാൽ. അത് കഴിഞ്ഞ് 4 ഇന്ന് ഫാസ്റ്റാഗ്. 5 പാസ്പോർട്ട്. 6 QR കോഡ്. ഇനി കൈമേലും നെറ്റിമേലും മുദ്ര വരാറായി. എന്നാൽ 2 മുദ്ര ഒരു മനുഷ്യൻ്റെ ശരീരത്ത് വെക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. അവസാന ഭാഗം വായിച്ചാട്ടെ. എഫേസ്യർ 4:30. ആരാധനയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ റെഡി. എഫേസ്യർ 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പൊ സാത്താന്റെ മുദ്ര നമ്മുടെ കരങ്ങളിലേക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. എലോൺ മസ്കിന്റെ മുദ്രയല്ല. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവനെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ വരാറായി. ഇന്ന് രാത്രി ഇതാ അവൻ വേഗം വരുന്നു, മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അവനെ ചൊല്ലി ഭൂമിയിലെ സകല ഗോത്രങ്ങളും വിലപിക്കും. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 3 കാര്യം. 1 ആലയത്തിനകത്ത് റോബോട്ട്, അത് വരുന്നതിന് മുമ്പ് നാഥന്റെ പൊന്മുഖം. 2 വണങ്ങാത്ത യഹൂദന്റെ കഴുത്തറക്കും IS. ആ രക്തം വീഴുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ കാന്തൻ വരും. എലോൺ മസ്ക് ട്രംപുമായി കരം കൊടുക്കുമ്പോൾ ഒരു മൈക്രോ ചിപ്പ് ഉലകത്തിൽ വരാൻ പോകുന്നു. ആ ചിപ്പ് ഞങ്ങളുടെ അകത്ത് വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. വലത് കരം ഉയർത്തിയാട്ടെ, വലത് കയർ. ഇന്നത്തെ കൺവെൻഷന്റെ ആദ്യ രാത്രി നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. സഹോദരാ, സഹോദരി, ചെറുപ്പക്കാരാ, ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കൊട്ടാരമായാലും മരണം, കോട്ട കെട്ടിയാലും മരണം, ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം. ഈ രാത്രി ഞങ്ങൾ നീലംപേരൂർ പ്രസംഗിക്കുന്ന ഞങ്ങൾക്കും മരണമുണ്ട്. കപ്പക്കാലയിൽ മരിക്കാം, കവലയിൽ മരിക്കാം, വണ്ടി ആക്സിഡന്റിൽ മരിക്കാം, കുഴഞ്ഞു വീണ് മരിക്കാം, വൈറസ് അടിച്ച് മരിക്കാം. എന്നാൽ ഞങ്ങളുടെ അകത്തളത്തിലൊരു പ്രത്യാശയുണ്ട്. രക്ഷയുടെ പെട്ടകത്തിൽ കടന്നവൻ പ്രൊമോട്ടഡ് ടു നരകമല്ല, പ്രൊമോട്ടഡ് ടു ഗ്ലോറി. അവനെ ചേർക്കുക. മേഘാരൂഢനായി കർത്താവ് മധ്യാകാശത്തിൽ വരാറായി.